പോയ 17-ാം തീയതി ഉച്ചയ്ക്ക് 1 മണി മുതൽ 4 മണി വരെ ഒരു മനുഷ്യ ശരീരം വേട്ടയാടി തിന്ന ഹീനജന്മങ്ങളെ നമ്മൾ എന്തു വിളിക്കണം? മനുഷ്യരെന്നോ? മോഷ്ടാവല്ല. 2 കുഞ്ഞുങ്ങൾ ഉൾപ്പെടുന്ന കുടുംബത്തിന് അന്നം തേടി ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് വന്ന ഒരു ഇന്ത്യൻ പൗരനാണ് ഇനി മോഷ്ടാവെങ്കിൽ ഇതാണോ നിയമം? വേദനിച്ചപ്പോൾ കരഞ്ഞിട്ടുണ്ടാകും. ചോരയുടെ നിറം ചുവപ്പെന്ന് കണ്ടിട്ടുണ്ടാകില്ലേ? ഡോക്ടർ ഹിതേഷിന്റെ കുറിപ്പ് വായിച്ചിട്ടുണ്ടോ? 1 ഇഞ്ച് ഇടമുണ്ടായിരുന്നില്ല ക്രൂരതയുടെ തെളിവുകളില്ലാതെ ആ മനുഷ്യ ശരീരത്തിൽ. നോക്കൂ, നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് വിരൽ ചൂണ്ടാറുണ്ട്. നമ്മൾ പലയിടങ്ങളിൽ മതത്തിന്റെ പേരിൽ, പശുവിന്റെ പേരിൽ, മറ്റെന്തിൻ്റെയൊക്കെയോ പേരിൽ, വെറുപ്പിന് അങ്ങനെ വിളയാടാൻ വേണ്ടി കണ്ടെത്തിയ പല കാരണങ്ങളുടെ പേരിൽ മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന മനുഷ്യരെ കുറിച്ച് ഓർത്ത് പരിതപിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലാണ്, പാലക്കാട്ടാണ്, വാളയാറാണ്. ഒരു പറ്റം മനുഷ്യർ ഒരുമിച്ച് ചേർന്ന് ഒരു മനുഷ്യനെ തല്ലിക്കൊന്നു, കൂട്ടമായി തല്ലിക്കൊന്നു എന്നുള്ളത് നമുക്ക് അവിശ്വസനീയമായ ഒന്നാണ്. ഒരുപക്ഷെ ഡോക്ടർ ഹിതേഷ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് എത്രത്തോളം ഹീനമായിട്ടാണ് ഒരു സാധു മനുഷ്യനോട്, ഒരു സാധു ജന്മത്തോട് ഈ നാട്ടിൽ നമ്മുടെ കൂട്ടാളികൾ, നോക്കൂ, സഹജീവിയെ തല്ലിക്കൊന്നവരെ എന്താണ് വിളിക്കേണ്ടതെന്ന് സത്യമായും എനിക്ക് മനസ്സിലാകുന്നില്ല. ആ നിലയ്ക്ക് അധപ്പതിക്കേണ്ടതുണ്ടോ നമ്മുടെ സമൂഹം എന്നറിയില്ല. മുഖ്യമന്ത്രി തള്ളിപ്പറയുന്നുണ്ട്. മന്ത്രി എം പി രാജേഷ് പാലക്കാട്ട് നിന്നുള്ള മന്ത്രിയാണ്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് നിശിതമായ വിമർശനം ഉന്നയിക്കുന്ന രാഷ്ട്രീയമായ കുറ്റം പറയുന്നുണ്ട്. ഈ രാഷ്ട്രീയം ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒന്ന് ചിന്തിക്കണം, നമ്മുടെ നാട്ടിൽ ഇത് സാധ്യമായി കഴിഞ്ഞിരിക്കുന്നു, ഇത് യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നാളെ നമ്മളെ എല്ലാവരെയും കാത്തിരിക്കുന്ന വിധിയാണ് എന്നുള്ളത് പേടിപ്പെടുത്തുന്നതാണ്. നമ്മളോടൊപ്പം അതിഥികൾ ശ്രീ വിളയോടി വേണു, പൊതുപ്രവർത്തകനാണ്, ഡോക്ടർ ടി എസ് ശ്യാംകുമാർ, സാമൂഹ്യ ചിന്തകൻ, ശ്രീ ശ്യാംരാജ് BJPയിൽ നിന്ന്, ശ്രീ AK ഷാനിബ് CPMൽ നിന്ന്. ശ്രീ വേണു, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ശ്രീ വേണു, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കൂട്ടമായി ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഒരു പൊതുസമൂഹം അപ്പാടെ, ഇപ്പോൾ ഡോക്ടർ ഹിതേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ അതിൽ ഒരാൾ വേണ്ട എന്ന് പറയുകയായിരുന്നെങ്കിൽ ആ മനുഷ്യനെ തേടി ഇവിടെ എത്തിയ മനുഷ്യരുടെ കണ്ണിൽ കണ്ണുനീരുണ്ടാകില്ലായിരുന്നു. കുടുംബത്തിന് അനാഥമായി പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. ഒരു മനുഷ്യന് ഇങ്ങനെ പൂച്ചയ്ക്ക് മുന്നിൽ എല്ലിപ്പെടുന്നത് പോലെ പ്രാണവേദന തിന്ന് മരിക്കേണ്ടി വരുമായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഒരാൾക്കെങ്കിലും വേണ്ട എന്ന് പറയാൻ തോന്നാത്ത സാഹചര്യം ഉണ്ടായത്? ആദ്യമായി ഈ കേരള സമൂഹം, പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ളവരും ഈ സമൂഹം തന്നെ, കേരളം സാക്ഷരതാ കേരളം, സാമൂഹ്യ പരിവർത്തന കേരളം എന്നൊക്കെ അവകാശപ്പെടുന്ന കേരളീയർ, പ്രത്യേകിച്ച് നിരക്ഷരരായ ജനതയാണെന്ന വടക്കേന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ആദ്യമായിട്ട് ഈ രാംനാരായൺ ബാഗേലിൻ്റെ ആത്മാവിനോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും ഛത്തീസ്ഗഡിലെ ജനതയോടും വളരെ വിനയത്തോടുകൂടി ആത്മാർത്ഥയായി തലകുനിച്ച് മാപ്പ് പറയേണ്ടിയിരിക്കുന്നു. ഈ വിപത്ത് സൃഷ്ടിച്ച ഈ ദുരന്തം. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് വടക്കേന്ത്യയിലാണ് നമ്മൾ പലതും വിലറി ചൂണ്ടുന്നത്. പക്ഷേ കേരളം ഈ രീതിയിൽ വളരെ മൃഗീയം എന്നുള്ള ഭാഷയെ ഉപയോഗിക്കാൻ പാടില്ല. മൃഗങ്ങൾക്കെങ്കിലും ചില മാനദണ്ഡങ്ങളുണ്ട്. വിവേകമുള്ള മനുഷ്യരെന്ന് പറയുന്നവരാണ് ഇത്തരം ക്രൂരമായിട്ടുള്ള നായാട്ട് നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ തന്നെ ഇതിനു മുമ്പ് തന്നെ 2017 ജനുവരി മാസത്തിലും 2017 മാർച്ച് മാസത്തിലും തന്നെ ഇതേ അട്ടപ്പള്ളത്ത് തന്നെ 6ഓളം പേര് 9ഉം 13ഉം വയസ്സായ കുട്ടികളെ ദാരുണമായി ബലാത്സംഗം ചെയ്തു കൊന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല 2018 ഫെബ്രുവരിയിൽ തന്നെ നമ്മുടെ അട്ടപ്പാടിയിൽ മധുവിനെ ഇതുപോലെ ആൾക്കൂട്ടം വേട്ടയാടിയ സംഭവം നമുക്കറിയാൻ സാധിക്കും. അങ്ങനെ വളരെ ദുരന്ത ഭൂമിയായി പാലക്കാട് അധപ്പതിക്കുക. ഇത് കേരളത്തിന് തന്നെ, കേരളീയ സമൂഹത്തിന് തന്നെ അപമാനമാണ്. വടക്കേന്ത്യയിലെ നമ്മൾ വിരൽ ചൂണ്ടുന്ന നമ്മൾ സ്വയം വിമർശനത്തിനുള്ള വഴിയൊരുക്കിയിരിക്കുകയാണ്. എന്തു തന്നെയായാലും രാംനാരായൺ ബാഗേലിൻ്റെ പേരിൽ അവർ ചെയ്തത്, അദ്ദേഹം തൊഴിലന്വേഷിച്ചുകൊണ്ട്, വടക്കേന്ത്യയിലെ ഗ്രാമങ്ങളിൽ വളരെ കൂലി കുറവാണ്, അതുകൊണ്ട് ഇവിടെ വന്ന് ജീവിക്കാൻ ജീവനോപാധി തേടി വന്നിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. വഴിതെറ്റി അവിടെ പോയപ്പോഴാണ്
അദ്ദേഹത്തിന് ഹിന്ദിയും ശരിയായ രീതി അറിയില്ല എന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ. ഒറിയൻ ഭാഷയാണ്. അപ്പോൾ മദ്യപിച്ചുകൊണ്ടും വളരെ സാമൂഹ്യ വിരുദ്ധരാണ് നമ്മൾ വിലയിരുത്തി അറിയാൻ ചെയ്യും. ഇവരെ അറസ്റ്റ് ചെയ്തവർ ഓരോ ജാതകം നോക്കിയാൽ അങ്ങനെ മൃഗീയമായിട്ടാണ് സുരേഷ് അദ്ദേഹം പോലീസ് സർജൻ അടയാളപ്പെടുത്തിയ പോലെ വളരെ കല്ലുകൊണ്ടും വടികൊണ്ടും കൈകൊണ്ടും കാലുകൊണ്ടും വിറകുകൊള്ളി കൊണ്ടും അങ്ങനെ വളരെ വളരെ ക്രൂരമായി ഇഞ്ചിഞ്ചായി അദ്ദേഹത്തിൻ്റെ ശരീരത്തെ നമ്മൾക്ക് ആ വേദന അനുഭവിക്കുമ്പോഴേ അറിയുള്ളൂ. ആ രീതിയിൽ ചെയ്തിട്ടുള്ള വലിയൊരു നായാട്ടാണത് നടത്തിയിട്ടുള്ള ക്രൂരമായി. ഇതൊരിക്കലും മാപ്പ് കൊടുക്കാൻ മാപ്പിന് അർഹരേ അല്ല അവർ ശിക്ഷിക്കപ്പെടേണ്ടല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള ആളുകൾ നാളെ രാവിലെയാണ് ഈ മൃതശരീരം 6 മണിക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്ന് കൊണ്ടുപോകുന്നത്. ഇന്നലെ വരെ ഞങ്ങൾ ഇന്നലെ രാവിലെ പോയി. ഇന്നലെ രാത്രി 12 മണിയായിട്ടും അധികൃതരുടെ മുമ്പിൽ ചർച്ചയിൽ ഒരു തീരുമാനമായില്ല. രാവിലെയാണ് തീരുമാനമായിട്ടുള്ളത്. അതിൽ നമ്മൾ പ്രത്യേകിച്ച് ഇതിലിടപെട്ട ആക്ഷൻ കമ്മിറ്റിയോട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സർക്കാരിന് മുമ്പിൽ വെച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ വളരെ വ്യക്തമായി സർക്കാർ തീരുമാനമെടുക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് ജില്ലാശുപത്രിയിൽ കൊണ്ടുവരുമ്പോൾ മരിച്ചു. ആ മരിച്ചതിൻ്റെ പേരിൽ അവർ മരണം കൊലപാതകം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് 103(1) എന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അത് നമ്മൾ വ്യക്തമായിട്ട് സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട്. വളരെ മെഗസിൻ പൂനാവാല കേസ് 2018 സുപ്രീം കോടതിയിൽ ഇതുപോലെ മാംസം കഴിച്ചതിൻ്റെ പേരിൽ, പോത്തിൻ്റെ മാംസം, ഗോമാംസം കഴിച്ചും കഴിയാത്തതിൻ്റെ പേരിൽ പല ധാരണകളും തെറ്റിദ്ധാരണകളുടെ പേരിൽ ആൾക്കൂട്ട കൊലപാതകം നടന്ന സമയത്ത് തെക്സിൻ പൂനാവാല കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2018 കൊടുക്കുകയും 2023 ഒരു ഗൈഡ് ലൈൻ സുപ്രീം കോടതി ഇറക്കിയിട്ടുണ്ട്. ആ ഗൈഡ് ലൈൻ പ്രകാരം പിന്നെ വളരെ വളരെ ശക്തമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ച് നടപടി ഉണ്ടാകണം എന്ന് പറഞ്ഞു. അത് കേരളത്തിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് രാം നരേവ് ബാഗേലിൻ്റെ ഈ ദാരുണമായ മരണത്തോടനുബന്ധിച്ചുകൊണ്ട് അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചീഫ് സെക്രട്ടറിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് അത് കേരളത്തിൽ ഇംപ്ലിമെന്റ് എന്നുള്ളതാണ്. കാരണം ഈ സമൂഹം അത്രമേൽ വലിയ പാപഭാരം എടുത്ത് ഉച്ചം തലയിൽ വെച്ചിരിക്കുകയാണെന്ന് പറയാതെ പോകാൻ കഴിയില്ല. ഒരു സാധാരണ മനുഷ്യനെ, 2 കുട്ടികൾ ഉൾപ്പെടുന്ന ഒരു കുടുംബത്തിന് അന്നം തേടി വന്ന ഒരു സാധാരണ മനുഷ്യനെ തല്ലിക്കൊന്ന നാടാണിത് എന്ന് നാട്ടുകാർ പറയും. നമ്മൾ താഴെ നോക്കി നിൽക്കേണ്ടി വരും തലയുയർത്താൻ കഴിയാതെ എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. 25 ലക്ഷമോ 50 ലക്ഷമോ 1 കോടിയോ ഒന്നും കൊടുത്താൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒന്നാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. ഡോക്ടർ ടി.എസ്. ശ്യാംകുമാർ, ഇപ്പോൾ എന്തിന്റെ പേരിലൊക്കെയാണ് മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കൊല്ലുന്നത് എന്നറിയില്ല. അപ്പോൾ ബംഗ്ലാദേശിയാണ് എന്ന കുറ്റം ചാർത്തിക്കൊണ്ട് അത് ചോദിച്ചുകൊണ്ട് ആവർത്തിച്ച് തല്ലിക്കൊന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3 മണിക്കൂർ നോക്കൂ, ഒരു മനുഷ്യന് പോലും മതി എന്ന് തോന്നുന്നില്ല. തല്ലണമെന്ന് തോന്നി, കൊല്ലണമെന്ന് തോന്നി എന്നുള്ളതൊന്നുമല്ല, ഇത് മതി, ഇതൊരു മനുഷ്യ ശരീരമാണല്ലോ, ചോര കാണുന്നുണ്ടല്ലോ, ഇത് മതി എന്നീ 3 മണിക്കൂറിനിടയ്ക്ക് ഒരാൾക്ക് പോലും തോന്നിയില്ല എന്നുള്ളതാണ്. ബംഗ്ലാദേശിയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഐഡന്റിറ്റിയാണ് എന്ന് പറയുന്നു. ഇത് നോക്കൂ, ഇയാളുടെ പേരും റാം എന്നാണ്. അതായത് ആർക്കും വേണ്ടാത്ത ഒരു റാം തല്ലിക്കൊന്ന്, എനിക്ക് തോന്നുന്നു മരണമെന്ന് പോലും പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. തല്ലേറ്റുവാങ്ങുന്ന, കൊല്ലപ്പെടുന്ന, ചവിട്ടേറ്റുവാങ്ങുന്ന, വഴിയരികിൽ ചത്ത് കിടക്കുന്ന, മരിച്ചു എന്നൊന്നും പറയാനുള്ള അഭിമാനബോധം അല്ലെങ്കിൽ ആത്മാഭിമാനം നമ്മൾ അവർക്ക് ആർക്കും അനുവദിച്ചു കൊടുത്തിട്ടില്ലല്ലോ. ആ നിലയ്ക്കുള്ള ഒരു മനുഷ്യൻ എന്തെങ്കിലും തരത്തിലുള്ള തേജസ്സോ ദൈവ തേജസ്സോ ഒന്നും അർഹപ്പെടാൻ കഴിയാത്ത ഒരു സാധു മനുഷ്യനോട് എങ്ങനെയാണ് ഒരു സമൂഹത്തിന് മുഴുവനായും ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നത്? ഇവിടെ ഇരിക്കുന്നത് വളരെ ലജ്ജയോടുകൂടിയും അങ്ങേയറ്റം മുറിവേറ്റ മനസ്സോടുകൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ഈ സന്ദർഭത്തിൽ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങണമെന്ന് വിചാരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആക്ഷൻ കമ്മിറ്റി ആദ്യമായി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. കാരണം ഒരു ആക്ഷൻ കമ്മിറ്റി വേണ്ടി വന്നു മലയാളി സമൂഹത്തിൽ, കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി, അതിന് മുൻകൈ എടുക്കുവാൻ വേണ്ടി ഒരു ആക്ഷൻ കമ്മിറ്റി വേണ്ടി വരുന്നു എന്നുള്ള കാര്യത്തിൽ തന്നെ മലയാളി സമൂഹം ലജ്ജിക്കണം.
കേരള സമൂഹവും ലജ്ജിക്കണം. കാരണം ഒരു ആക്ഷൻ കമ്മിറ്റി ഇല്ലാതെ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് വളരെ അടിയന്തരമായ നടപടികൾ യഥാർത്ഥത്തിൽ ഭരണകൂടം കൈക്കൊള്ളേണ്ടതാണ്. അത് ആക്ഷൻ കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷമോ അവരുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ടോ ഇടപെടേണ്ട ഒരു കാര്യമല്ല എന്നുള്ളത് ആമുഖമായി തന്നെ സൂചിപ്പിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, മലയാളിയുടെ പരിഷ്കൃതത്വവും മലയാളി കൊണ്ടു നടക്കുന്ന പുരോഗമനവും ഒക്കെ തന്നെ എത്രമാത്രം കാപട്യപൂർണമാണ് എന്ന് വ്യക്തമാക്കുന്നൊരു സന്ദർഭം കൂടിയാണ് ഈ രാംനാരായണൻ ഏൽക്കേണ്ടി വന്ന അതിക്രൂരമായ അതിഹീനമായ ഈ ഹിംസ എന്ന് പറയുന്നത്. കാരണം മലയാളി പൊതുവെ മലയാളി ജാതിയെ മറികടന്നു എന്ന് പറയുന്നു, മലയാളി 916 പുരോഗമനകാരികളാണെന്ന് പറയുന്നു. ഇതൊന്നും അല്ല എന്ന് വീണ്ടും വീണ്ടും ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുന്നൊരു സന്ദർഭം കൂടിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം ഒരു ബംഗ്ലാദേശി മുസ്ലിം ആണെന്നതിൻ്റെ പേരിലാണ് ഇത്ര ക്രൂരമായ ആക്രമണത്തിന് വിധേയമാണ്. യഥാർത്ഥത്തിൽ ഇതിന് ആൾക്കൂട്ടാക്രമണം എന്ന് പറയുന്ന ഒരു പദത്തിന് പോലും ഒരു പ്രയോഗത്തിന് പോലും അർഹമല്ല. യഥാർത്ഥത്തിൽ ഇതിനെ വിശേഷിപ്പിക്കേണ്ടത് വംശീയ വിദ്വേഷ കൊലപാതകം എന്നാണ്. ഇതിനെ അത്ര ഹീനമായ ജാതി വിദ്വേഷ വംശീയ കൊലപാതകമാണ് യഥാർത്ഥത്തിൽ അവിടെ അരങ്ങേറിയത് എന്നുള്ളതാണ്. കാരണം ഒരു മനുഷ്യൻ ബംഗ്ലാദേശി ആണെന്നതിൻ്റെ പേരിൽ, മുസ്ലിം ആണെന്നതിൻ്റെ പേരിൽ കേരളത്തിൻ്റെ മണ്ണിൽ കൊല്ലപ്പെടുന്നു എന്നുള്ളത് കേരള മണ്ണിൽ പടർന്നു പന്തലിച്ചിട്ടുള്ള ഇസ്ലാമോഫോബിയയുടെയും മുസ്ലിം വെറുപ്പിൻ്റെയും ആഴവും പടർപ്പും കൂടിയാണ് ഈ സന്ദർഭം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. ഇത് വേറെ ഒരു കേവലം വിഷയം മാത്രമല്ല. തന്നെയല്ല, പാലക്കാട് എന്തുകൊണ്ടാണ് ഹിന്ദുത്വ ശക്തികളുടെ ഈ വർദ്ധിച്ചു വരുന്നത്, അത് ഇലക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും കൊള്ളാം, മറ്റേതെങ്കിലും തരത്തിൽ സാംസ്കാരികമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും കൊള്ളാം, എന്തുകൊണ്ട് ഹിന്ദുത്വ വലത്തുപക്ഷം ഒരു പൊതുബോധമായി അഗാധമായി വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു തെളിവ് രൂപം കൂടിയായി ഈ സന്ദർഭം നമ്മുടെ ഈ രാംനാരായണൻ്റെ ആ ഹിംസാത്മകമായ മരണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരാൽ തല്ലി കൊല്ലപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് മുസ്ലിം വെറുപ്പിൻ്റെ ഒരു അനന്തര ഫലമായിട്ട് കൂടിയാണെന്നുള്ളത് നമ്മൾ വിലയിരുത്തിയില്ലെങ്കിൽ കേരള സമൂഹത്തെ നമ്മൾ പഠിക്കാൻ ഇനി ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരാൾ ബംഗ്ലാദേശി ആണെങ്കിൽ ഒരാൾ മുസ്ലിം ആണെങ്കിൽ അയാളെ തല്ലിക്കൊല്ലപ്പെടാൻ യോഗ്യനാണ് എന്ന് മലയാളികൾ കരുതുന്നുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം ഒരു അനധികൃത കുടിയേറ്റക്കാരനോ അല്ലെങ്കിൽ മറ്റ് നിയമം കൈകാര്യം ലംഘിക്കുന്ന ആളോ ആരുമാകട്ടെ തല്ലിക്കൊന്നുകളയാമെന്ന് വിചാരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? നാട്ടിൽ നിയമമില്ല എന്ന ബോധ്യം, അല്ലെങ്കിൽ ഞങ്ങളുടെ നിയമമാണ് ഇവിടെ വാഴേണ്ടത് എന്ന് പറയുന്ന ഒരു തരം തിണ്ണമെടുക്കും തൻ്റെ ഇടവും നിയമത്തെ ബഹുമാനമില്ലായ്മയും ഒക്കെ എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഉണ്ടാവുക? ആ പൊതുബോധം, അതാണ് ഞാൻ പറഞ്ഞത്, ഹിന്ദുത്വ പൊതുബോധം ആണ്. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം മോഹൻ ഭാഗവത് പറഞ്ഞ എന്താണ്, ഇത് ഹിന്ദുരാഷ്ട്രമാണ്, അതിന് ഞങ്ങൾക്ക് ഭരണഘടനയുടെ അനുവാദമൊന്നും വേണ്ട, ഭരണഘടനയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയമപരമായിട്ടുള്ള ഒരു കാര്യവും ഇല്ലാതെ തന്നെ ഇത് ഹിന്ദുരാഷ്ട്രമാണെന്നാണ് മോഹൻ ഭാഗവത് പറഞ്ഞത്. ഒരു കാര്യം നമ്മൾ ഈ സന്ദർഭത്തിൽ ചേർത്ത് വായിച്ചാൽ ഇതിൻ്റെ അപകടം മനസ്സിലാകും. അഖ്ലാഖിനെ തല്ലിക്കൊന്നിട്ട് ആ അഖ്ലാഖിൻ്റെ കുടുംബത്തിന് ആ ഗ്രാമത്തിൽ ഇപ്പോഴും പ്രവേശിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ പ്രതികൾ മുഴുവൻ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രവർത്തിക്കുന്ന പൊതുബോധം എന്താണ്? തല്ലിക്കൊല്ലപ്പെട്ട അഖ്ലാഖ് വീണ്ടും അദ്ദേഹത്തിൻ്റെ കുടുംബം വീണ്ടും വീണ്ടും കുറ്റവാളിയാക്കപ്പെടുന്നു. പക്ഷേ പ്രതികൾ വളരെ സ്വൈരവിഹാരം നടത്തുന്നു. ഈ സാഹചര്യം ഇന്ത്യയിലാണ്. അത് കേരളത്തിൻ്റെ മണ്ണിലും ഈ ഹിന്ദുത്വ വംശീയ പൊതുബോധം, ഹിന്ദുത്വ വംശീയ ആക്രമണ ഹിംസ വളരെ ആഴത്തിൽ കേരളത്തിൻ്റെ മണ്ണിലും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായിട്ട് ചേർത്ത് വെക്കേണ്ടത്, കേരളത്തിൻ്റെ മണ്ണിൽ, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ആ ഹൃദയത്തിൽ വളരെ ആഴത്തിൽ പതിഞ്ഞ ഇസ്ലാമോഫോബിയ ഉണ്ട്, മുസ്ലിം വെറുപ്പുണ്ട്. ആ മുസ്ലിം വെറുപ്പും ഇസ്ലാമോഫോബിയയുടെ അടിസ്ഥാനം ആ ഒരു പരിപ്രേക്ഷ്യത്തിലാണ് ഈ രാംനാരായണൻ ഇത്രയധികം ക്രൂരമായി വധിക്കപ്പെട്ടത് എന്നുള്ള കാര്യം കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ട്. അങ്ങനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇതിൻ്റെ ചരിത്രപരമായ സാംസ്കാരികമായ കാരണങ്ങൾ നമുക്ക് പിടികിട്ടാതെ വരുമെന്നുള്ളത്. അതുകൊണ്ടാണ് ബംഗ്ലാദേശി മുസ്ലിം ആണെന്നതിൻ്റെ പേരിൽ അയാൾ തല്ലിക്കൊല്ലപ്പെടുന്നത്. മറ്റാരെങ്കിലും ആണെങ്കിൽ ഇത്ര ഒരു ക്രൂരമായ ഹിംസയ്ക്ക് വിധേയമാകപ്പെടത്തില്ല. തന്നെയല്ല, എന്തുകൊണ്ടാണ് ഒരു ആൾക്കൂട്ടത്തിന് മൊത്തം, നമ്മൾ ആൾക്കൂട്ടം എന്ന് പറയുന്നതിൽ തന്നെ വലിയ പ്രശ്നമുണ്ട്. ഈ ഹിംസയ്ക്ക് നേതൃത്വം വഹിച്ചവരെല്ലാം തന്നെ അതിശക്തമായ ജാതി മേൽക്കോയ്മവാദികളും അവർ ഹിന്ദുത്വ വംശീയ പൊതുബോധം പേർന്നവരുമാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ലോകം മുഴുവൻ തിരിച്ചറിയണം. കേരളം എന്ന് പറയുന്നത് അത്ര പുരോഗമനപരമായ ഒരു സ്ഥലമല്ലെന്നും അത്ര പുരോഗമനപരമായ ഒരു ഇടമല്ലെന്നും ജാതി വംശീയത കൊടികുത്തി വാഴുന്നൊരു സ്ഥലം കൂടിയാണ് കേരളമെന്ന് നമ്മൾ തിരിച്ചറിയണം. അത് മനസ്സിലാക്കാതെ പോകരുത്. നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു പുരോഗമന മുഖംമൂടിയാണ്. ആ പുരോഗമന മുഖംമൂടിക്കുള്ളിൽ യഥാർത്ഥത്തിലുള്ളത് എന്താണ്? ഈ ജാതി ഹിന്ദുത്വമാണുള്ളത്.
ആ ജാതി ഹിന്ദുത്വമാണ് മധുവിനെ കൊന്നത്. ആ ജാതി വംശീയതയാണ് കേരളത്തിൽ പല സ്ഥലത്തിലും ആദിവാസികളും ദളിതരും ഒക്കെ ആക്രമിക്കപ്പെടുന്നതൊക്കെ ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ്. മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നത്, മുസ്ലിം വെറുപ്പ് സമൂഹത്തിൽ പടരുന്നതൊക്കെ തന്നെ ഹിന്ദുത്വ വംശീയ പൊതുബോധത്തിൽ നിന്നാണ്. അപ്പം ബിന്ദു എന്ന് പറയുന്ന ദളിത് സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ ഹിംസാത്മകമായിട്ട് അപമാനിക്കപ്പെടുന്നത്, ഇതെല്ലാം നമ്മൾ കാണണം. ഇതൊക്കെ ഒരു പുതിയ സംഭവം മാത്രമല്ല, ഇതൊരു തുടർച്ചയാണ്. ഇത് മുസ്ലിം വെറുപ്പിൽ നിന്ന്, ഇസ്ലാമോഫോബിയയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു സംഗതിയാണെന്നുള്ള ആഴത്തിലുള്ള തിരിച്ചറിവ് നമ്മൾ വന്നാൽ മാത്രമേ ഈ കാര്യങ്ങൾ ഭാവിയിലെങ്കിലും നമുക്ക് പരിഹരിക്കാൻ കഴിയത്തുള്ളൂ. പറഞ്ഞല്ലോ. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ ശ്യാംരാജ്, ഇപ്പോൾ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ ഈ നിലയ്ക്ക് ഞാൻ അതിൻ്റെ എല്ലാ തലങ്ങളെയും തുറന്നു തന്നെ കാണുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം നമ്മളെല്ലാവരും, ഇന്നിപ്പോൾ ഡോക്ടർ ഹിതേഷിൻ്റെ ഒരു പോസ്റ്റ് വരുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു തീവ്രത മനസ്സിലാകുന്നത്. പക്ഷെ അപ്പോഴും ഒരു മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളത്, 5 ദിവസങ്ങൾക്ക് മുൻപ് കൊല ചെയ്യപ്പെട്ടു എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ അതിനെ എത്രത്തോളം കണ്ടു, എത്രത്തോളം പരിഗണിച്ചു എന്നുള്ളതൊക്കെ വിമർശന ബുദ്ധിയ കേരളം ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ അങ്ങനെ തല്ലിയും തൊലിയുരിച്ചും കൊന്നുകളയാമെന്ന് ചിന്തിക്കുന്ന കേരളത്തിന്റെ തെരുവുകളിൽ ഇതിനകം വേര് പിടിപ്പിച്ച ഖാപ് പഞ്ചായത്തുകൾക്ക് വലത് രാഷ്ട്രീയത്തിന്റെ പരിരക്ഷയുണ്ടോ? ഇന്നിപ്പോ മന്ത്രി എം പി രാജേഷ് അടക്കം അത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മാധു, ഒന്ന്, ഈ നമ്മുടെ രാജ്യത്തോ കേരളത്തിലോ എവിടെയാണെങ്കിലും ഏത് രീതിയിലുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടന്നാലും അതൊക്കെ അപലപിക്കപ്പെടേണ്ടതാണ്. തെറ്റ് ചെയ്ത ആളുകൾ, അതിലെ കുറ്റവാളികൾ യാതൊരു വിധത്തിലുള്ള ദയയും അർഹിക്കാതെ അവർ ശിക്ഷിക്കപ്പെടേണ്ടതുമാണ്. ഇതിനകത്തെ നിങ്ങൾ സൂക്ഷ്മമായിട്ട് ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ, ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച ഈ ശ്യാംകുമാർ സാർ അടക്കമുള്ള ആളുകൾ, അവരതിനകത്ത് പറഞ്ഞു വെക്കുന്ന ചില രാഷ്ട്രീയമുണ്ട്. ചില സത്യങ്ങളെ അസത്യമാക്കി ഒരു മൂടി വെച്ചുകൊണ്ട് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ മേലേക്ക് കെട്ടിച്ചമയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കലാണ്. അത് ശരിയല്ല. ഞാൻ ഈ വിഷയത്തിൽ ഇന്ന് സത്യത്തിൽ സംസാരിക്കാൻ വന്നില്ല, അത് രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ടേ അല്ല വന്നത്. നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ പുരോഗമനം എന്നൊക്കെ നമ്മൾ പറയുന്ന നമ്മുടെ നാട്ടിൽ ഇത് അടുപ്പിച്ചുണ്ടാകുന്ന 4ാമത്തെ ഒരു ആൾക്കൂട്ട കൊലപാതകമാണ്. ആ ആൾക്കൂട്ട കൊലപാതകം എന്തുകൊണ്ടാണ്, എങ്ങനെ അതിനെ തടയിടാം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചർച്ചയിൽ വന്നിട്ടുള്ളത്. പക്ഷേ ദൗർഭാഗ്യവശാൽ എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകളൊക്കെ ഇന്നത്തെ രാഷ്ട്രീയം തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഞാനും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഇവിടെ ഇന്നലെ നിങ്ങൾ മാതൃഭൂമി ഓൺലൈൻ മീഡിയ കൊടുത്തൊരു വാർത്തയുണ്ട്, കുറ്റം ചെയ്തവരിൽ പ്രതികളിൽ സ്ത്രീകളും. പക്ഷേ ഇന്ന് കേരളത്തിലെ പോലീസ് പ്രതിപട്ടികയിൽ പ്രതി ചേർത്ത 5 പേരിലും സ്ത്രീകളില്ല. ആ സ്ത്രീയിൽ ഒരാളെന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ മുൻ പഞ്ചായത്ത് മെമ്പറാണ് അവിടുത്തെ. ഇനി ഒരാളുടെ പേര് ഞാൻ വായിക്കാം, ആനന്ദൻ. നിലവിൽ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള, പോലീസ് പ്രതിപട്ടികയിൽ ചേർത്തിട്ടുള്ള 5 പേരിൽ ഒരാളായിട്ടുള്ള ആനന്ദൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ആണെന്ന്. ഇനി ആംബുലൻസിൽ വെച്ച് അദ്ദേഹത്തെ മർദ്ദിച്ച ഉദയകുമാർ പ്രാദേശിക കോൺഗ്രസിന്റെ നേതാവാണ്. ആദ്യം മർദ്ദിച്ച ജഗദീഷ്, ജയകുമാർ, വിനോദ്, ഇവരൊക്കെ CPM നേതാക്കന്മാരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിലോ നമ്മുടെ നാട്ടിലോ ഒരിടത്തും ഇവരുടെയൊക്കെ പേരും ഇവരുടെയൊക്കെ രാഷ്ട്രീയം അറിയാം. ഒന്നാം പ്രതിയുടെ പേരെന്താ? രണ്ടാം പ്രതിയുടെ പേരെന്താ? മൂന്നാം പ്രതിയുടെ പേരെന്താ? 5ാം പ്രതിയുടെ പേരെന്താ? മാധു പറഞ്ഞെന്താണ്? മാധു പറയട്ടെ, ഞാൻ പറയട്ടെ. മാധു അങ്ങനെയെങ്കിൽ ഇത് വലതുപക്ഷ രാഷ്ട്രീയമാണോ? അങ്ങനെയെങ്കിൽ മാധു ഇത് വലതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയരുത്. ഞാൻ പറഞ്ഞത് ഞാൻ എന്താ പറഞ്ഞ എന്താണ്, ഏതൊരാളാണെങ്കിലും പ്രതിപട്ടികയിലുള്ള 1, 2, 3, 5 പ്രതികളുടെ പേരറിയില്ല. ഞാൻ ഒച്ചയിടാനില്ല ശ്യാം. പ്രതികളുടെ പേരറിയില്ല, അതിലെ കോൺഗ്രസ്സുകാരെ അറിയില്ല, അതിലെ CATU-കാരനെ അറിയില്ല. മാധുവിന് അതിലെ CAT-കാരനെ അറിയില്ല. ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടെ പറയുന്നു. ഈ വിഷയത്തിൽ ഞാൻ ഒച്ചയിടാനില്ല. ഒരു മിനിറ്റ്, അങ്ങനെ പ്രകോപിക്കാൻ കഴിയില്ല. ഇതിലെ പ്രതികളുടെ കാര്യം ഞാൻ അങ്ങോട്ട് എന്താണ് ചോദിച്ചത്? വലത് രാഷ്ട്രീയത്തിന്റെ പരിരക്ഷയുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങ് ഇതിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടാത്ത ഒരു കോൺഗ്രസ് മുൻ പഞ്ചായത്ത് അംഗത്തിന്റെ പേര് പറഞ്ഞു, രാഷ്ട്രീയം പറഞ്ഞു. ഇതിലെ 5ാം പ്രതിയുടെ പേര് ആനന്ദനാണെന്നും CATU പ്രവർത്തകനാണ് എന്നും അങ്ങ് പറഞ്ഞു. നമ്മൾ ഒരു കാര്യത്തെ അങ്ങനെ ഓരോ ആ പ്രതിപട്ടികയിലുള്ളതും ഇല്ലാത്തതുമായ ആളുകളുടെ രാഷ്ട്രീയം എടുത്തു പറയുമ്പോൾ സ്വാഭാവികമായും ആദ്യം പറയുക അതിൽ 1ാം പ്രതിയുടെ പേരാണ്, 1ാം പ്രതിയുടെ രാഷ്ട്രീയമാണ്. സ്വാഭാവികമായും രണ്ടാമത് പറയുക 2ാം പ്രതിയുടെ പേരും രാഷ്ട്രീയവുമാണ്. സ്വാഭാവികമായും മൂന്നാമത് പറയുക 3ാം പ്രതിയുടെ പേരും രാഷ്ട്രീയവുമാണ്. ശേഷം സ്വാഭാവികമായി പറയേണ്ട 4ാം പ്രതിയുടെ പേരാണ് അങ്ങ് ആദ്യം പറഞ്ഞത്. പിന്നീട് പറയേണ്ടത് 5ാം പ്രതിയുടെ പേരും 5ാം പ്രതിയുടെ രാഷ്ട്രീയവുമാണ്. അങ്ങേക്ക് 1, 2, 3, 5 സ്കിപ്പ് ചെയ്തു പോകുന്നതും 4ാമത്തേതും പ്രതിപട്ടികയിൽ ഇല്ലാത്തതുമായ വനിതയുടെ പേര് ഓർത്തു വെക്കാൻ കഴിയുന്നതും അങ്ങ് പറയരുത് എന്ന് വിചാരിച്ച രാഷ്ട്രീയത്തിന്റെ തികട്ടലാണ് ശ്യാം. പറഞ്ഞോളൂ.
ഇനി ഓക്കെ, ഇനി ഞാൻ പറയാമല്ലോ. ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ഇനി പ്രതിപട്ടികയിലില്ലാത്ത വനിതയുടെ രാഷ്ട്രീയം മാധുവിന് അറിയാമല്ലോ. എന്നിട്ടും മാധു അതിനെ വലതുപക്ഷ രാഷ്ട്രീയത്തോട് മാത്രമായിട്ട് കൂട്ടിക്കെട്ടും. വലത് രാഷ്ട്രീയത്തിന്റെ പരിരക്ഷയുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാമല്ലോ. സ്റ്റേറ്റ്മെന്റ് ഞാൻ നടത്തിയില്ല ശ്യാമേ, ഞാൻ നടത്തിയില്ല. അല്ലല്ല, ഒരു സമൂഹത്തിൽ ഒരു ക്രൈം നടക്കുകയാണെങ്കിൽ അതിലെ ആദ്യ 5 പ്രതികളിൽ ഒരാൾ CIT കാരനും 4 പേർ BJP അനുഭാവികളുമാണെങ്കിൽ അത് സമൂഹത്തിന്റെ പരിച്ഛേദം എന്ന നിലയ്ക്ക് തന്നെ കാണാം. പക്ഷേ അതിൽ കൂടുതലും BJP പ്രവർത്തകരാണെന്ന ആരോപണം സംസ്ഥാനത്തെ ഒരു മന്ത്രി ഉന്നയിച്ചാൽ അത് സ്വാഭാവികമായും എനിക്ക് അങ്ങയോട് ചോദിക്കാം, വലത് രാഷ്ട്രീയത്തിന്റെ പരിരക്ഷയുണ്ടോ? അല്ലല്ല, ഇത് ശരിയല്ല എന്ന് പറയുമ്പോൾ അങ്ങ് ചെയ്തതിൽ ശരികേടുണ്ട് ശ്യാം, അങ്ങ് ചെയ്തതിൽ ശരികേടുണ്ട് ശ്യാം. അത് ഞാൻ സ്റ്റേറ്റ്മെന്റ് നടത്തിയെന്ന് അങ്ങ് പറഞ്ഞു. ഞാൻ സ്റ്റേറ്റ്മെന്റ് നടത്തിയില്ല. പരിരക്ഷയുണ്ടോ എന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങയോട് ചോദിച്ചത് ചോദ്യമാണ്, സ്റ്റേറ്റ്മെന്റ് അല്ല. ഞാൻ അങ്ങയോട് ചോദിച്ചത് ചോദ്യമാണ്, സ്റ്റേറ്റ്മെന്റ് അല്ല. അങ്ങേക്ക് നിഷേധിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അങ്ങേക്ക് നിഷേധിക്കാനുള്ള എല്ലാ അവസരവും മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ചോദിച്ച ചോദ്യത്തെ അങ്ങ് സ്റ്റേറ്റ്മെന്റായി എടുത്തുകൊണ്ട് അങ്ങ് അതിന് മറുപടി പറയാൻ നിന്നാൽ എന്റെ രാഷ്ട്രീയം എന്നുള്ളതല്ല, നിങ്ങളുടെ രാഷ്ട്രീയം പറയാനാണ് നിങ്ങൾ വന്നത് എന്നത് വ്യക്തമാക്കുകയാണ് ശ്യാം. കേട്ടോ? അല്ലല്ല, മനുഷ്യന്റെ കോമൺ സെൻസിനെ പരീക്ഷിക്കരുത്. ഞാൻ ഇത്തിരി ശരികേടാന്നേ, ഞാൻ ഇത്തിരി ശരികേടാണ് സമ്മതിച്ചെന്നേ. കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കോമൺ സെൻസിനെ പരീക്ഷിക്കരുത് മാധു, കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കോമൺ സെൻസിനെ പരീക്ഷിക്കരുത്. നിങ്ങൾ ഒന്നുകിൽ എല്ലാ ആളുകളുടെയും രാഷ്ട്രീയം പറയണം, അതാ ഞാൻ പറഞ്ഞത് ശ്യാമേ, അതാ ഞാൻ പറഞ്ഞേ. ഞാൻ ഈ 5 പ്രതികളുടെ രാഷ്ട്രീയം പറഞ്ഞില്ല. ഈ ചർച്ചയിൽ ശ്യാമേ പ്രതികളുടെ രാഷ്ട്രീയം ആദ്യം പറഞ്ഞത് ശ്യാമ. ശ്യാമിന് പ്രതിപട്ടികയിലില്ലാത്ത ഒരാളുടെയും 5ാം പ്രതിയുടെ രാഷ്ട്രീയമേ പറയാമെന്നല്ലോ. ശ്യാം ഇപ്പൊ പറഞ്ഞ കോമൺ സെൻസിലെ പറയുകയാണെങ്കിൽ എല്ലാവരുടെയും രാഷ്ട്രീയം പറയണമെന്ന്. അത് ശ്യാം ചെയ്യാത്തിടത്താണ് ഞാൻ ഇടപെട്ടത്. കേട്ടോ? ഇനി പറഞ്ഞോ, അതിനുള്ള മറുപടി ശ്യാം പറഞ്ഞു കഴിഞ്ഞു. ശരി, ഇങ്ങനെ ലൈവിൽ ഇരുന്നിട്ട് പച്ചക്കള്ളം പറയരുത്. ഇപ്പൊ നടക്കുന്ന ചർച്ചയ്ക്ക് നേരത്തെ പറയാൻ പറ്റുമോ? നാണമാകുന്നതിന് നിങ്ങൾക്ക് ലൈവിൽ ഇരുന്ന് പച്ചക്കള്ളം പറയാൻ. നിങ്ങൾ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ പറഞ്ഞൊരു കാര്യം പറഞ്ഞില്ല എന്ന് പറയുന്നോ, എന്നിട്ട് എന്നെ പറയാൻ അനുവദിക്കാതിരിക്കുന്നോ? ഞാൻ പറയാനുള്ളത് പറയട്ടെ. നിങ്ങൾ റിവൈൻഡ് ചെയ്ത് നോക്കൂ. നിങ്ങൾ പറഞ്ഞത് വലതുപക്ഷത്തിന്റെ പരിരക്ഷ ഉണ്ടോന്നാണ്. ആ വലതുപക്ഷം നിങ്ങൾ ഞങ്ങളെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അതിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ചോദ്യമായിട്ട് എടുത്താലല്ലേ ഉത്തരം പറയാൻ പറ്റുള്ളൂ. സ്റ്റേറ്റ്മെന്റ് ആയിട്ടല്ലേ എടുത്തേ, പിന്നെന്ത് ഉത്തരം? ഞാൻ പറയട്ടെ. മാത്രമായിട്ട് ചോദ്യം എന്ന് പറഞ്ഞ് 2 മിനിറ്റ് നിങ്ങൾ തന്നെ സംസാരിച്ച് ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറയട്ടെ മാധു, തർക്കിക്കണ്ട, ഞാൻ പറയട്ടെ. ഇനി അതിനുശേഷം ഞാൻ പറഞ്ഞോണ്ട് നിങ്ങൾ ചോദ്യം ചോദിക്കൂ. എന്നോട് ചോദ്യം ചോദിക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇനി അടുത്തത് അതറിയാലേ. ഇവിടെ ഈ കേരളത്തിൽ അടുത്തിടെ ഉണ്ടായിട്ടുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഏതൊക്കെയാണ്? 2018 മധുവിനെ കൊലപ്പെടുത്തിയ സമയത്ത് അട്ടപ്പാടി മുതൽ പാലക്കാട് മന്ത്രിയെന്ന് വകുപ്പ് മന്ത്രിയായിരുന്ന AK ബാലന്റെ വീട് വരെ 2 ദിവസം കാൽനടയാത്ര നടത്തിയ ആളാണ് ഞാൻ. അന്ന് ABVPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ അന്ന് മധുവിന് വേണ്ടിയിട്ട് കാൽനടയാത്ര നടത്തിയതാണ് ചുട്ടുകൊള്ളുന്ന വെയിലിൽ. വിശ്വനാഥൻ എന്ന് പറയുന്നത് 2023 വിശ്വനാഥൻ പറയാൻ അനുവദിക്കൂ. പറയട്ടെ. 2023 വിശ്വനാഥൻ എന്ന് പറയുന്ന ആദിവാസി യുവാവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് അത് 7 വർഷത്തിന് ശേഷം കാത്തിരുന്ന കുഞ്ഞ് പ്രസവിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കള്ളനെന്ന് പറഞ്ഞ് അപമാനിച്ചപ്പോൾ അദ്ദേഹം ഒരു മരത്തിന്റെ മേലെ കെട്ടിത്തൂങ്ങി മരിക്കപ്പെട്ടു. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ആ വീട്ടിലും പോയ ഒരാളാണ് ഞാൻ. അതേ വർഷം തന്നെ രാജേഷ് മാഞ്ചി എന്ന് പറയുന്ന ആളെ മലപ്പുറത്ത്, ഞാൻ പ്രതികളുടെ പേര് വായിക്കണോ? മലപ്പുറത്ത് രാജേഷ് മാഞ്ചി എന്ന് പറയുന്ന ഒരാളെ ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ടു. ആ കൊല ചെയ്യപ്പെട്ടതിന്റെ തെളിവുകൾ അവശേഷിക്കാതെ CCTVകൾ പോലും തച്ചു തകർക്കപ്പെട്ടു. ആ കാര്യങ്ങളൊക്കെ കേരളത്തിൽ നടക്കുമ്പോൾ അതൊന്നും നടക്കാൻ പാടില്ല. അതിലെ പ്രതികളെല്ലാം ശിക്ഷിക്കപ്പെടണം. ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഇപ്പൊ ശ്രീ ശ്യാംകുമാറിനെ പോലെ ഇരിക്കുന്ന ആളുകൾ അദ്ദേഹം എന്താ പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം കേരളത്തിലുണ്ടായിട്ടുള്ള ഇതുവരെ 3-4 തവണയായിട്ടുണ്ടായിട്ടുള്ള ഈ ദളിത് ആദിവാസി കൊലപാതകങ്ങളെ പോലും പറഞ്ഞു പോയിട്ട് അതിനെ മുസ്ലിം ഐഡന്റിറ്റിക്കായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. കാരണം അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാണ് പുരോഗമന മുഖം മൂടി. ഈ TS ശ്യാംകുമാറിനെ പോലെയുള്ള പുരോഗമന മുഖം മൂടിയാണ് ഞാൻ ദളിത് പിന്നോക്ക സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്ന് കൂടി പറയണം. പറയാതെ പോകാൻ വേണ്ടി പാടില്ല. നോക്കൂ, പാലക്കാട് പരിപാടി നടക്കില്ല ശ്യാമേ. കേട്ടോ, നിങ്ങൾക്ക് ആളുകൾ ആ പരിപാടി നടക്കില്ല ശ്യാമേ. ഇല്ല, നടക്കില്ല. ആ നിലയ്ക്ക് പറഞ്ഞു പോകാൻ പറ്റില്ല. ഒരാശയം പറയുന്ന മനുഷ്യരെ വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരുടെ രാഷ്ട്രീയം കാപട്യമാണെന്ന് അധിക്ഷേപിക്കാനുള്ള അവസരം ഇവിടെ ഇല്ല. ഇത് ജനാധിപത്യ ചർച്ചയാണ്. ഇത് ജനാധിപത്യമുള്ള ചർച്ചയാണ്. ആ പരിപാടി
നടക്കില്ല. ഇല്ലില്ല, ഡോക്ടർ ടി എസ് ശ്യാംകുമാറിനെ ശ്യാമരാജിനെ വിളിച്ചതുപോലെ ഞാൻ ബഹുമാനപൂർവ്വം വിളിച്ച ഒരാളാണ്. അല്ലല്ല, ആ നിലയ്ക്ക് അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ടോ അദ്ദേഹത്തെ വ്യക്തിപരമായി നേരിട്ടുകൊണ്ടോ ചർച്ച മുന്നോട്ടോ പറ്റില്ല. ശ്യാമേ, പറ്റില്ല, നടക്കില്ല. ആ വേദി ഇവിടെ ഇല്ല, ആ വേദി ഇവിടെ ഇല്ല. രാഷ്ട്രീയപരമായിട്ട് മുതലെടുക്കാന്നുള്ള നിങ്ങളുടെ നടപടി നടക്കൂലെന്ന് മനസ്സിലായില്ലേ? അത്തരത്തിലുള്ള നിങ്ങളുടെ ഒരു അടവും നടക്കൂല. ഇവിടെ ഒരു അടവുമില്ല. ഞാൻ അങ്ങയോട് അല്ലല്ല, മന്ത്രി എം പി രാജേഷ് അടക്കം ഉന്നയിച്ച വിമർശനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ അങ്ങയോടല്ല പറയുന്നത്, ഞാൻ പ്രേക്ഷകരോട് കൂടിയാണ് പറയുന്നത്. മന്ത്രി എം പി രാജേഷ് അടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ച ശ്യാം എല്ലാവരും പറഞ്ഞോളൂ, നാട്ടിൽ നിങ്ങൾക്കല്ലാത്ത മറ്റെല്ലാവർക്കും അജണ്ടയാണെന്ന് പറഞ്ഞോളൂ. നാട്ടിൽ നിങ്ങൾക്കല്ലാത്ത എല്ലാവർക്കും അജണ്ടയാണെന്ന് പറയൂ കേട്ടോ. ആളുകൾ വിഴുങ്ങും. നോക്കിയിരുന്നോ ശ്യാമേ? എനിക്ക് പ്രേക്ഷകരോട് കൂടി പറയാനുള്ള ഒരു കാര്യമാണ്, മന്ത്രി എം പി രാജേഷ് അടക്കമുള്ളവർ സംഘപരിവാർ രാഷ്ട്രീയമാണ് ഇതിന് പിന്നിൽ എന്ന് പറയുമ്പോൾ വലത് രാഷ്ട്രീയ പരിരക്ഷയുണ്ടോ എന്ന ചോദ്യമാണ് ഞാൻ ശ്യാമിനോട് ചോദിച്ചത്. ഒരു സ്റ്റേറ്റ്മെന്റും ഞാൻ നടത്തിയിട്ടില്ല. നിങ്ങൾ അങ്ങനെ ജാപ്പ കുത്തണ്ട ശ്യാമേ, നടക്കില്ല. അതായത് മന്ത്രി എം പി രാജേഷ് അടക്കമുള്ളവർ ഉന്നയിച്ച വിമർശനങ്ങൾ അത് ഒരു രാഷ്ട്രീയ അജണ്ടയാണ്. നാട്ടിലെവിടെ എന്ത് പ്രശ്നം നടന്നാലും അത് വലത് രാഷ്ട്രീയത്തിന്റെ സംഘപരിവാറിന് മുകളിൽ ചാപ്പകുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന വിമർശനമാണ് ഇവിടെ ഇപ്പോൾ BJP പ്രതിനിധി ഉന്നയിച്ചത് എന്ന് മനസ്സിലാക്കുന്നു ഞാൻ. കേട്ടോ, പകുതി കേട്ടില്ല, പറയൂ. ഈ രാജ്യത്ത് കഴിഞ്ഞ കുറേ കാലമായി സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തന പദ്ധതിയുടെ ഏറ്റവും അവസാനത്തെ ഇരയാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് കൊല്ലപ്പെട്ട ഈ രാംനാരായൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ കൊലപാതകം എന്ന് പറയുന്നത്. അത് RSSൻ്റെ പ്രവർത്തന പദ്ധതിയുടെ ഭാഗമാണ്. അതല്ലാതെ പെട്ടെന്നൊരു ദിവസം ഏതെങ്കിലും ഒരു പ്രകോപനത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു കൊലപാതകമോ ഒരു സംഘർഷമോ ഒന്നുമല്ല. അത് ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ചുകൊണ്ട്, ബംഗ്ലാദേശി മുസ്ലിം ആണെങ്കിൽ അയാൾ കൊല്ലപ്പെടേണ്ടവനാണ് എന്ന ആശയത്തെ ഇവർ എത്ര വിദഗ്ധമായിട്ടാണ് ഇവർ ഓരോ ചെറുപ്പക്കാരിലേക്കും RSSൻ്റെ നേതാക്കളായിട്ടുള്ള ചെറുപ്പക്കാരിലേക്ക് ഇവർ അത് ഇഞ്ചക്ട് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഞെട്ടലോടെയാണ് കേരളം കാണുന്നത്. അദ്ദേഹം കുറേ പേരുകളും ഇതിൽ പ്രതിയാക്കപ്പെടാത്ത ആളുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിൽ പ്രതിയാക്കപ്പെട്ട ആളുകൾ തന്നെ നമുക്കറിയാം. മുരളി എന്ന് പറയുന്ന ഒരു പ്രതി, അനു എന്ന് പറയുന്ന ഒരു പ്രതി, ഇവർ രണ്ടുപേരും RSSൻ്റെ പ്രവർത്തകരാണ്. 4 പേര് RSSൻ്റെ പ്രവർത്തകരാണ്. ഇവർ 2 പേർ സഖാവ് സ്റ്റീഫനെയും സഖാവ് വിനോദിനെയും വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളാണ്. ഇങ്ങനെ നിരന്തരമായിട്ടുള്ള 10ഓ 15ഓ കേസിൽ പ്രതികളായിട്ടുള്ള, 4ഓ 5ഓ കേസിൽ പ്രതികളായിട്ടുള്ള, അട്ടപ്പള്ളം പ്രദേശത്ത് കേസിൽ പ്രതികളായിട്ടുള്ള, മറ്റു പ്രദേശത്ത് പാലക്കാട് ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ പ്രതികളായിട്ടുള്ള ക്രിമിനൽ സംഘപരിവാരത്തിന് വേണ്ടി കൊട്ടേഷൻ പരിപാടികൾ നടത്തുന്ന, RSSന് വേണ്ടി കൊട്ടേഷൻ പരിപാടികൾ നടത്തുന്ന ആ ആശയത്തെ ഏറ്റെടുത്ത് നടക്കുന്ന ആളുകളാണ് ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തെന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും ഒരു സംശയമില്ല. സംഘപരിവാറിന്റെ രാഷ്ട്രീയ കൊട്ടേഷൻ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ഗുണ്ടകൾക്കിടയിൽ 4ാം പ്രതി ആനന്ദന്റെ റോൾ എന്താണ്? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം CI2-ന്റേതാണ് എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം CI2-ൽ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. ഞാൻ അതിന്റെ വ്യക്തമായി അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത്. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ 4 പ്രതികളും നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയരുത്. അങ്ങനെ അതിൽ ഇടതുപക്ഷത്തുള്ള അല്ലെങ്കിൽ CPM-ന്റെ ഭാഗമായി നിൽക്കുന്ന, CI2-ന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളും അതേ പ്രതികളല്ല. അതിൽ കൃത്യമായി അതിലെ ഓരോ പ്രതികളുടെയും കേസുകൾ, അവരുടെ പേരിലെ കേസുകൾ ഉൾപ്പെടെ വ്യക്തമായി നമുക്ക് ഇവിടെ പറയാൻ കഴിയും. ഇപ്പൊ ഈ ചർച്ചയുടെ തുടക്കത്തിൽ BJP-യുടെ പ്രതിനിധി 4ാം പ്രതി ആനന്ദൻ CI2 പ്രവർത്തകനാണ് എന്നുള്ളത്, ഈ 1ഉം 2ഉം 3ഉം 5ഉം പ്രതികളുടെ പേര് പറയാതെ 4ാം പ്രതിയുടെ പേരെടുത്തു പറഞ്ഞത് ഞങ്ങളുടെ പ്രവർത്തകൻ മാത്രമല്ല, അതിൽ CI2-ന്റെ പ്രവർത്തകനുണ്ട് എന്നുള്ള കൃത്യമായ ആരോപണമാണല്ലോ. അത് നിഷേധിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞു, പക്ഷെ അദ്ദേഹം അത് ചെവിക്കൊണ്ടില്ല. അത് നിഷേധിക്കാനോ ഞങ്ങളുടെ ആളോ അല്ല എന്ന് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവസരവും നിങ്ങൾക്കുണ്ട്. പക്ഷെ അത് ചെയ്തു പോകണം. അദ്ദേഹം പോലും ഇപ്പൊ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJPക്ക് വേണ്ടി സംസാരിക്കുന്ന അദ്ദേഹം പോലും പറഞ്ഞത് DYFIയുടെ മുൻ പ്രവർത്തകനാണ് എന്നാണ്. അതിന്റെ ആ ഒരു തന്ത്രം നിങ്ങൾ അത് കേൾക്കാത്തത് കൊണ്ടാണ് ഞാനത് വ്യക്തമായി കേട്ടു. മുൻ DYFI പ്രവർത്തകൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അത് മുൻ DYFI പ്രവർത്തകൻ എന്നൊക്കെ പറയുന്നതിന് ഏത് കാലത്ത് അങ്ങനെ
അല്ല, മുൻ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് എന്ന ക്ലെയിം മാത്രമേ അദ്ദേഹത്തിന് പോലും ഉള്ളൂ. ശരി, ഞാൻ അതിന്റെ വ്യക്തമായി ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ RSSന്റെ പ്രവർത്തകനാണെന്ന് മാത്രമല്ല, ബ്രാഞ്ച് സെക്രട്ടറി മാധു ഒരു നിമിഷം വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ. ഏത് ബ്രാഞ്ചിന്റെ സെക്രട്ടറിയാണ് നിങ്ങൾ പറയൂ? ഏത് ബ്രാഞ്ചിന്റെ സെക്രട്ടറിയാണ്? വെറുതെ തെറ്റായ കാര്യം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന ലൈവ് ചർച്ചയിൽ വന്നിരുന്നു. അല്ല, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ഞാൻ ഈ ചർച്ച തീരുന്നതിന് മുമ്പ് ഞാനിത് കൃത്യമായി പറയുന്നു. ഞാൻ വളരെ കൃത്യമായി പറയുന്നു. അതിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ആളുകളിൽ ഒരാൾ പോലും പ്രതി ചേർക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അതിൽ ഏതെങ്കിലും തരത്തിൽ ആ ദൃശ്യങ്ങളിലുള്ള ആളുകളിൽ ഒരാൾ പോലും ഡിവൈഎഫ്ഐയുടെയോ CITUവിൻ്റെയോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ പോലും അതിലില്ല. അങ്ങ് പറഞ്ഞു ഏതൊരു കോൺഗ്രസിന്റെ പ്രവർത്തകയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. അതും ഞാൻ പരിശോധിക്കാതെ ഞാനും അത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. ഡിവൈഎഫ്ഐയുടെയോ CPIMൻ്റെയോ CITUവിൻ്റെയോ ഒരു പ്രവർത്തകൻ പോലും, ഒരു പ്രവർത്തകർ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളും അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഹൃദയത്തിൽ കൈവച്ച് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. ഞങ്ങൾ ഈ രാജ്യത്തെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ്. ഞങ്ങൾ ഈ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ച് ആളെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ വടിയെടുത്ത് കുന്തമെടുത്ത് ആളെ കൊല്ലാൻ നിൽക്കുമ്പോൾ അതിന് കൂട്ടുനിൽക്കുന്ന രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നവരല്ല. ഇവിടെ ഓരോ മനുഷ്യൻ, ഒരു സാധാരണക്കാരായ മനുഷ്യൻ, ആ മനുഷ്യൻ ജോലി തേടി ഈ നാട്ടിലേക്ക് വരുമ്പോൾ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ച് അയാളെ കൊന്നുകളയാൻ, തല്ലി അടിച്ച് പരിക്കേൽപ്പിച്ച്, മുഖത്ത് മുറിവുകളുണ്ട്, ശരീരത്ത് മുഴുവൻ മുറിവേൽപ്പിച്ച് ഒരു മനുഷ്യനെ കൂട്ടം കൂടി നിന്നിട്ട് കൊന്നുകളഞ്ഞിട്ട് പിന്നെ അതിൽ ആ രാഷ്ട്രീയമുണ്ട് ഈ രാഷ്ട്രീയമുണ്ട് എന്നൊക്കെ പറയാൻ അത് ചെറിയ ഒരു തൊലിക്കട്ടി ഒന്നും പോരാ എന്ന് ഞാൻ അങ്ങേ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഘട്ടത്തിലെങ്കിലും അതിനെ തള്ളി പറയാൻ അങ്ങക്ക് ഏതെങ്കിലും ഒരു ജനാധിപത്യ ബോധം അങ്ങ് നയിക്കുന്നുണ്ടെങ്കിൽ, ഈ കേരളത്തിന്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലെങ്കിലും ഒരു BJP പ്രവർത്തകയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ജനാധിപത്യ ബോധം ഉണ്ടല്ലോ, അതിലെങ്കിലും നിന്നുകൊണ്ട് അതിനെ തള്ളി പറയാനും അതിനോട് ഞങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല എന്ന് പറയാൻ അങ്ങ് തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേരളത്തെ ലജ്ജിപ്പിക്കുന്ന ഒരു നിലപാടാണ്. എങ്ങനെയാണ് പാലക്കാട് പോലെ ഒരു സ്ഥലത്ത് പോലും ഇത് സംഭവിക്കുന്നു എന്നുള്ളത് അത്ഭുതത്തോടെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഓക്കെ, ഞാൻ ഇടപെടുകയാണ്. ഈ ചർച്ച ഒരു തർക്കത്തിലേക്ക് പോകാനിടയായ സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ പ്രേക്ഷകരോട് കൂടിയാണ് പറയുന്നത്, പാനലിസ്റ്റുകളുടെ കൂടി ശ്രദ്ധയിലേക്ക് കൂടിയാണ് പറയുന്നത്. ഈ ചർച്ചയിൽ പ്രതികളുടെ രാഷ്ട്രീയം ഞാനല്ല ആദ്യം ഉന്നയിച്ചത്. പ്രതികളുടെ രാഷ്ട്രീയം ഉന്നയിക്കാൻ 1, 2, 3 പ്രതികളുടെ പേര് പറയാതെ പ്രതിപട്ടികയിലേ ഇല്ലാത്ത ഒരാളുടെ പേരും പിന്നെ 4ാം പ്രതിയുടെയും പേര് മാത്രം പറഞ്ഞപ്പോൾ മറ്റുള്ളവരുടെ പേര് ഓർമ്മയില്ലേ എന്ന ചോദ്യത്തിൽ നിന്നാണ് തർക്കം തുടരുന്നത്. അങ്ങനെ ഒരു ആരോപണം സ്വാഭാവികമായും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അത് പറയാതെ ഒന്നും ചർച്ച മുന്നോട്ട് പോവുകയുമില്ല. അതുകൊണ്ടാണ് അത് പറയുകയും ചെയ്തത്. ഇടവേള, തിരിച്ചു വരാം. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ വേണു, വെറുപ്പെന്ന് പറയുന്നത് അങ്ങനെ പുറമെ വന്ന് നമ്മളെ തൊടുന്ന ഒന്നല്ല. അത് വളരെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് നമ്മളിലേക്ക് പ്രസരിക്കുന്ന ഒന്നാണ്. നമ്മൾ ഇപ്പോൾ ഈ ബംഗ്ലാദേശ് പ്രശ്നങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക്, നമ്മളുടെ പേഴ്സണൽ മെസ്സേജുകളിലേക്ക് കുമിഞ്ഞു കൂടുന്ന വിദ്വേഷത്തിൻ്റെ വലിയ രാഷ്ട്രീയമുണ്ട്. അത് നമ്മുടെ തലച്ചോറിനെ വലിയ തോതിൽ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. ആ നിലയ്ക്ക് നിൽക്കുമ്പോഴാണ് ഒരാളിലേക്ക് പെട്ടെന്ന് അപരമത ഐഡന്റിറ്റി ആരോപിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തിൽ നിന്ന് അനധികൃതമായി വന്ന് കയറിയ ഒരാളാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ആ വിദ്വേഷം വമിപ്പിച്ചു വെക്കാനൊരു അവസരം നമ്മുടെ മുന്നിൽ വീണ് കിട്ടുന്നത്. ഇതിന് അടിസ്ഥാനപരമായ ഒരു സാഹചര്യം ഒരുക്കണം, ഒരു പരിസരം ഒരുക്കണം. ആ പരിസരം ഒരുക്കൽ എത്രത്തോളം പേടിക്കേണ്ടുന്ന നിലയിൽ നമ്മളിലേക്ക് നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പോലും അത് ആ നിലയ്ക്ക് പരിവർത്തനപ്പെടുന്നുണ്ട് ഈ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം. വെറുപ്പും വിദ്വേഷവും മനുഷ്യക്കുരുതിയും ഒരിക്കലും നമ്മുടെ രാജ്യത്തിൽ പാടില്ല. ഓരോ പൗരനും ജീവിക്കുവാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. ഇവിടെ ജാതിയുടെ പേരിലായാലും മതത്തിൻ്റെ പേരിലായാലും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും ഇവിടെ മനുഷ്യക്കുരുതി അനുവദിക്കരുത്. അത് മാനവികതയും അതുപോലെ തന്നെ മതസൗഹാർദ്ദത്തിൻ്റെയും അതുപോലെ തന്നെ മനുഷ്യൻ്റെ തന്നെ ഏറ്റവും വലിയൊരു വിപത്താണ്. അത് ഈ കേരളത്തിൽ ഒരിക്കലും പാടില്ല. കേരളത്തിലെ കക്ഷി രാഷ്ട്രീയം എല്ലാം ജാതി മതത്തിനതീതമായി ഇതിനെതിരെ പ്രതിരോധിക്കേണ്ട സമയം ആണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. ഈ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ LDFോ UDFോ NDO ഒന്നുമല്ല, അതിനതീതമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാലമാണ് നമ്മുടെ നവോത്ഥാന പാരമ്പര്യം. അത് ചരിത്രം വിസ്മരിച്ചുകൊണ്ടാണ് അധികാര ആധിപത്യത്തിന് വേണ്ടി ജാതിമത മൗലികവാദത്തിൻ്റെ പേരും കക്ഷി രാഷ്ട്രീയ മൗലികവാദത്തിൻ്റെ പേരിലും
നമ്മുടെ രാജ്യത്ത് നടക്കുന്ന മനുഷ്യക്കുരുതി. ഇതിന് അനുവദിക്കരുത്. മാനവീയ ബോധത്തിലൂന്നുന്ന മനുഷ്യ സമൂഹം ഒറ്റക്കെട്ടായി ഇതിനെ പ്രതികരിക്കണം. കുറ്റവാളികൾ നമ്മുടെ ഒരു സങ്കല്പമാണ്. നമ്മളിൽ ഒരാൾക്ക്, ഒരു സാധുജീവിക്ക്, ഒരു കുഞ്ഞിന്, ഒരു സ്ത്രീക്ക്, നമ്മളെക്കാൾ അവശനായ ഒരാൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഒരു സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കും എന്നുള്ളത് നമ്മുടെ ഒരു പ്രതീക്ഷയാണ്. പക്ഷെ അങ്ങനെയൊന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചോദിച്ചത്, ഒരാൾക്കെങ്കിലും മതി എന്ന് പോലും തോന്നാത്ത തരത്തിലുള്ള വേട്ടമൃഗങ്ങളുടെ സ്വഭാവം ഒരേ തരത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ആളുകളായി നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാറിയിട്ടുണ്ട് എന്നതിന്റെ യാഥാർത്ഥ്യമാണ് നമ്മൾ വാളയാറിൽ കണ്ടു കഴിഞ്ഞത്. അതിനെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. നമ്മൾ ആ വെറുപ്പിന് വശംവദരായി കഴിഞ്ഞിരിക്കുന്നു, അത് വമിപ്പിക്കുന്നവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന തിരിച്ചറിവ് കൊണ്ട് മാത്രമേ നമുക്ക് ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾ ഇപ്പോഴും എന്തോ ദൈവത്തിന്റെ സ്വന്തം നാടാണ്, നമ്മളെല്ലാവരും മനുഷ്യത്തിന്റെ മകുടോദാഹരണങ്ങളാണ് എന്ന നിലയ്ക്ക് കണ്ണ് കെട്ടിവെച്ച് നമുക്ക് ഈ സാമൂഹ്യ ക്രമത്തെ അഡ്രസ്സ് ചെയ്യാൻ കഴിയില്ല. അത് പ്രസംഗത്തിലും അതുപോലെ എഴുത്തിലും മാത്രമേ ഇന്ന് ഇതൊക്കെ ഉള്ളൂ, മാനവീയത. പക്ഷേ ജീവിതത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഓരോ മനുഷ്യരിലും ഈ ഉറങ്ങിക്കിടക്കുന്നു ഈ ചില വൈകാരിക സങ്കല്പങ്ങളും ആധിപത്യങ്ങളും അടിമത്തും. ഇത് ഉന്മൂലനം ചെയ്യണമെങ്കിൽ പാർട്ടി ഏതായാലും മനുഷ്യൻ നന്നായാലും മതി, കക്ഷി രാഷ്ട്രീയം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള വലിയൊരു നവോത്ഥാനം ഇനി കേരളത്തിൽ ആവശ്യമാണ്. ശരി, ശ്രീ ഡോക്ടർ ടി.എസ്. ശ്യാംകുമാർ, ഇപ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ട് എങ്ങനെയാണ് ഇത്രയും വലിയ മനുഷ്യക്കുരുതി ജർമ്മനിയിൽ നടന്നത്. ഒരു വംശഹത്യയുടെ പേരിൽ കൺമുന്നിൽ നടന്ന ഏറ്റവും വലിയ ക്രൂരതയെ ലോകം എല്ലാ കാലത്തും അളയാടപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ മനുഷ്യഹത്യ നടന്നത് ആ സമൂഹം ആ കാലത്ത് എങ്ങനെ നോക്കിക്കണ്ടു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, അമ്പരന്നിട്ടുണ്ട്. അതേ കണ്ടുകൊണ്ട് നമ്മൾ ആനുകാലിക രാഷ്ട്രീയത്തിൽ ലോകക്രമത്തിൽ നടക്കുന്ന പല യുദ്ധങ്ങളെയും നിസ്സംഗരായി നോക്കി കാണാറുണ്ട്. നമ്മൾ അമ്പരക്കുന്ന ഉത്തരേന്ത്യയിൽ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? അവിടെ പോലീസില്ലേ, അവിടെ പട്ടാളമില്ലേ, അവിടെ രാഷ്ട്രീയമില്ലേ, അവിടെ സർക്കാരില്ലേ, അവിടെ പൊതുപ്രവർത്തകരില്ലേ, അവിടെ വിദ്യാസമ്പന്നരായ മനുഷ്യരില്ലേ എന്നുള്ളത്. അതേ നമ്മൾ ഇവിടെ നമുക്ക് അത് തന്നെ കാണേണ്ടി വരികയാണ്. നമ്മുടെ നാട്ടിൽ ജോലി തേടി വന്ന ഒരു മനുഷ്യനെ 3 മണിക്കൂർ തല്ലി കൊന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ണിന്റെ മുന്നിൽ കാണുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ വീടിന് മുന്നിൽ വന്ന് മുട്ടി വിളിക്കുകയാണ്. നാളെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വെറുപ്പ് നമ്മുടെ നേരെ ആരോപിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ കൂട്ടമായി ചേരുന്ന വേട്ടമൃഗങ്ങളായി നമ്മുടെ ചുറ്റുമുള്ളവർ മാറുന്നത് നമ്മൾ കാണേണ്ടി വരും. ഒരു വെറുപ്പിന്റെ ഒരു ഐഡന്റിറ്റി നമ്മുടെ മുന്നിലേക്ക് ആരോപിച്ചാൽ മതി, ഒരു ആരോപണം മാത്രം മതി, അവിടെ വരെ നമ്മുടെ സുരക്ഷയുള്ളൂ. എനിക്കിതിനകത്ത് വലിയ അമ്പരപ്പൊന്നും തോന്നുന്നതില്ല, ഒരമ്പരപ്പും ഇല്ല ഈ കാര്യത്തിൽ. കാരണം അമ്പരപ്പില്ലാത്തതിൻ്റെ കാരണം വെച്ചാൽ ഈ കേരളത്തിൽ വന്ന് നമ്മൾ അതിഥി തൊഴിലാളികൾ എന്നാണല്ലോ വിശേഷിപ്പിക്കുന്നത്. ഒരു ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ആർക്കും ഏതൊരു സംസ്ഥാനത്തും പോയി ജോലി എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നുണ്ട്. പക്ഷേ മലയാളികൾ പൊതുവേ കാണുന്നൊരു കാര്യം, ഈ അതിഥി തൊഴിലാളികൾ, കോട്ടാൻകോട്ട് നമ്മൾ പറയുന്ന അതിഥി തൊഴിലാളികളെ പൊതുവെ എങ്ങനെയാണ് മലയാളി സമൂഹം കാണുന്നത്? അവരുടെ തൊഴിലും അവരുടെ ശാരീരിക അധ്വാനവും നമ്മൾ ഉപയോഗിക്കുകയും അവരെ തന്നെ വെറുപ്പോടെ വീക്ഷിക്കുകയും ചെയ്യുന്നൊരു മനോഭാവം മലയാളിക്കുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ കഴിയൂ. കാരണം അവർ ഹോട്ടലിൽ പണിയെടുക്കുന്നു, വീട് പണിയെടുക്കുന്നു. ഇന്ന് കേരളത്തിൽ കാണുന്ന ഉയർന്നു വന്നിരിക്കുന്ന വീടുകളുടെ നിർമ്മാണത്തിലൊക്കെ തന്നെ അവർക്ക് വലിയ പങ്കുണ്ട്. ഇപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ ഞാൻ കാണുന്നത് കൃഷിപ്പണിക്കൊക്കെ നാട്ടിലുള്ള ആളുകളല്ല കൃഷിപ്പണി ചെയ്യുന്നത്. ഈ പറയുന്ന അന്യസംസ്ഥാനത്തു നിന്ന് വരുന്ന, അന്യസംസ്ഥാനം എന്നുള്ള പ്രയോഗം തന്നെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആളുകളൊക്കെയാണ് ഇന്ന് കേരളത്തിൽ കൃഷിപ്പണിക്ക് ഉൾപ്പെടെ അവരാണ് കൃഷിപ്പണിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവരോടൊക്കെയുള്ള കേരളത്തിലുള്ള ആളുകളുടെ മനോഭാവം എന്താണ്? വളരെ അടിമതുല്യമായ, അവരെ അടിമകളെ പോലെ കാണുന്ന, അവരെ ഹീനമായി കാണുന്നൊരു മനോഭാവം മലയാളി ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരെ കൊണ്ട് ജോലി എടുപ്പിക്കുകയും അതേ സമയത്ത് തന്നെ അവരെ ഹീനമായി കാണുന്ന, അവരെ അപരമനുഷ്യരായി കാണുന്നൊരു മനോഭാവം കേരളത്തിൽ ഉടനീളം ഉണ്ട് എന്നുള്ളതാണ്. ആ മനോഭാവം വരുന്നത് ജാതി വ്യവസ്ഥയുടെ മനോഭാവത്തിൽ നിന്നാണ്, അതിൻ്റെ ഉറവിടം എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ ആൾക്കൂട്ട ആക്രമണത്തിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാകത്തില്ല. ഇവിടെ മാറി മാറി പറഞ്ഞൊരു കാര്യത്തിൽ 2 കാര്യങ്ങൾ ശ്രദ്ധയിലേക്ക് ഞാൻ വരികയാണ്. അതിലൊന്ന്, വ്യത്യസ്ത പാർട്ടിക്കാരുടെ പേരുകളല്ല ഇതിനകത്ത് വായിച്ചു. ഞങ്ങളില്ല, നിങ്ങളുണ്ട് എന്ന നിലയ്ക്കുള്ള ഒരു രാഷ്ട്രീയ ചർച്ചയായിട്ട്, കേവലം ഒരു കക്ഷി രാഷ്ട്രീയ ചർച്ചയായിട്ട് ഇത് മാറുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത്തരം ജാതീയമായ ഹിംസകളുടെ കാര്യത്തിൽ, ജാതീയമായ ആക്രമണ കാര്യത്തിൽ ഒരു കക്ഷി രാഷ്ട്രീയവും നമ്മൾ പരിഗണിക്കേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം ആരെയാണോ ആക്രമിക്കേണ്ടത് അതിലെല്ലാ കക്ഷികളും തുല്യരാണ് എന്നുള്ളതാണ്. അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ പറയുന്ന അടിമതുല്യരായി കാണപ്പെടുന്ന, അടിമതുല്യരായി ഇന്ത്യൻ ജാതി വ്യവസ്ഥ സ്ഥാപിച്ചിട്ടുള്ള മനുഷ്യരോടുള്ള ആക്രമണം
നിർവഹിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കേരള സമൂഹം കാണണം, പൊതുസമൂഹം കാണണം എന്നുള്ളതാണ്. അങ്ങനെ കണ്ടില്ലെങ്കിൽ ഇതിനകത്ത് ജാതി നമുക്ക് മനസ്സിലാകത്തില്ല. കാരണം നമ്മളിതിനകത്ത് പുരോഗമന പാർട്ടിയാണെന്ന് പറയും, ഞങ്ങൾ മതനിരപേക്ഷതയുടെ വക്താക്കളാണെന്ന് പറയും. പക്ഷേ ഈ പറയുന്ന എല്ലാ കക്ഷികളും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ മധുവിൻ്റെ വിഷയം എടുത്ത് പരിശോധിക്കണം. അതുപോലെ കേരളത്തിൽ നടന്ന വ്യത്യസ്ത ആൾക്കൂട്ട ഈ പറയുന്ന ജാതിഹിംസകൾ, വ്യത്യസ്ത ജാതിഹിംസകൾ, കേരളത്തിലുടനീളം നടക്കുന്ന ജാതിഹിംസകൾ എടുത്ത് പരിശോധിച്ചാൽ മതി. അതിനകത്ത് പുരോഗമനത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരും വലത്തുപക്ഷത്ത് നിൽക്കുന്നവരും എല്ലാവരും ഇതിനകത്ത് വരുന്നത് എങ്ങനെയാണ്? അതിൻ്റെ രാഷ്ട്രീയം എന്നാണ്. അതിൻ്റെ രാഷ്ട്രീയം ജാതിയുടെ രാഷ്ട്രീയമാണ്, പുറന്തള്ളൽ ഹിംസയുടെ രാഷ്ട്രീയമാണ് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. സഹോദരൻ അയ്യപ്പനൊരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യം, ഞങ്ങളുടെ മനുവിനെ അപേക്ഷിച്ച് നിങ്ങളുടെ ഹിറ്റ്ലർ എത്രയോ പാവമാണെന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ മനുവിനെ അപേക്ഷിച്ച് നിങ്ങളുടെ ഹിറ്റ്ലർ എത്രയോ പാവമാണ് എന്ന് പറഞ്ഞാൽ മനുസ്മൃതി സൃഷ്ടിച്ചതുപോലൊരു വെറുപ്പിൻ്റെ രാഷ്ട്രീയം ലോകത്തുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആ വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് രാംനാരായൺ എന്ന് പറയുന്ന മനുഷ്യനെ ഹീനമായി ആക്രമിക്കാനും കൊല്ലാനും മലയാളി സമൂഹത്തെ പ്രേരിപ്പിക്കുന്നുള്ളതാണ്. നമ്മൾ കാണേണ്ട ഒരു കാര്യം വെച്ചാൽ, നമ്മൾ ഈ പുരോഗമനം അതുപോലെ മതേതരം എന്നൊക്കെ പറയുന്നത് ഇത് മലയാളിയുടെ അടിത്തട്ടിലേക്ക് ഈ സന്ദേശം എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണിത്. കേരള നവോത്ഥാനം ഇനി എന്ത് എന്ന ചോദ്യം ഇവിടെ ചോദിക്കണം. നമ്മൾ നവോത്ഥാനം എല്ലാം അങ്ങോട്ട് സ്വാംശീകരിച്ചിട്ട് നമുക്കിനി മലയാളി സമൂഹത്തിന് ഒന്നും ഇനി പഠിക്കാനില്ല, മലയാളി സമൂഹം ഇനി ഒന്നും തന്നെ ആർജിക്കാനില്ല, എല്ലാം തികഞ്ഞു, നമ്മൾ 916 സ്വർഗത്തിലാണ്, നമ്മളിനി ഉത്തരേന്ത്യയിലാണ് പ്രശ്നം മുഴുവൻ, നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ള മനോഭാവം മലയാളികൾ ഉപേക്ഷിക്കണം. കാരണം മലയാളികളുടെ മനസ്സിൽ ആകമാനം വെറുപ്പിൻ്റെ രാഷ്ട്രീയമുണ്ട്. ആ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഉൽപ്പത്തി കേന്ദ്രം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയാണ്, ജാതിഹിംസയാണ്, ഇസ്ലാമോഫോബി ഉൾപ്പെടെ അതിനകത്ത് ഉള്ളടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. ഞാൻ നേരത്തെ ശ്രീ വേണുവിനോട് ചോദിച്ചു, ഇതാ നിരന്തരം ഇപ്പോൾ മലയാളികൾ ശരിയാണ്, നമ്മുടെ നവോത്ഥാനം ഒരു കാലഘട്ടം വരെ നല്ല മാർഗത്തിൽ പോയിരുന്നു. പക്ഷെ ഇതിപ്പോൾ നിരന്തരം പ്രൊപ്പഗാൻഡ, നിരന്തരം ഇത്തരം രാഷ്ട്രീയ ആവശ്യങ്ങൾ, നിരന്തരം ഇത്തരം വംശീയമായിട്ടുള്ള വിദ്വേഷം, വെറുപ്പ്, ഇതെല്ലാം നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്, വിഷയങ്ങളായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. പലതരം രാഷ്ട്രീയങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ പിൻപറ്റി ഇത്തരത്തിൽ വർഗീയത, ഇത്തരത്തിൽ വംശീയത, ഇത്തരത്തിൽ വെറുപ്പ്, ഇതെല്ലാം നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനെ അഡ്രസ്സ് ചെയ്യാൻ ആരാണുള്ളത് എന്നൊരു ചോദ്യമുണ്ട്. രാഷ്ട്രീയമായി ഇപ്പോൾ ഒരാൾ പറയുകയാണെങ്കിൽ അയാൾ ആ രാഷ്ട്രീയത്തിൽ നിന്ന് പറയുന്നു, മറ്റൊരാൾ ഇത് പാടില്ല എന്ന് പറഞ്ഞാൽ അയാൾ അയാളുടെ രാഷ്ട്രീയം പറയുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിനപ്പുറത്ത് ഇപ്പോൾ അങ്ങനെ പറയാൻ കഴിയും. ഇപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യർക്ക് പോലും രാഷ്ട്രീയത്തിൻ്റെ ചാപ്പ കുത്തി കൊടുത്തുകൊണ്ടാണ് നമ്മൾ അവരെ നിശബ്ദരാക്കുന്നത്. നിന്ന നിൽപ്പിൽ അവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൻ്റെയോ വലത് രാഷ്ട്രീയത്തിൻ്റെയോ ഇടത് രാഷ്ട്രീയത്തിൻ്റെയോ ചാപ്പ ഏൽക്കുകയാണ്, പിന്നീട് അവർക്ക് നിശബ്ദരാകേണ്ടി വരികയാണ്. ആ നിലയ്ക്ക് നവോത്ഥാനത്തിനുള്ള എല്ലാ ശ്രമങ്ങളെയും നിശബ്ദമാക്കിക്കൊണ്ട് തന്നെയാണ് വെറുപ്പ് വേരുപിടിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ കേരളം ഇപ്പൊ കുറച്ച് മുമ്പ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഈ ചാപ്പകുത്തലിന്റെ രാഷ്ട്രീയം നമ്മൾ ഇവിടെ കണ്ടതാണല്ലോ. ശ്യാംകുമാർ, ആ ചാപ്പകുത്തലിന്റെ രാഷ്ട്രീയത്തിലൂടൊന്നും ഞാൻ കരുതുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരള സമൂഹം മുഴുവനായിട്ട് ഈ പറയുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയം ഏറ്റെടുത്തു എന്ന് ഞാൻ കരുതുന്നില്ല. തീർച്ചയായിട്ടും ഈ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു എന്താ പറയുന്നത് പ്രത്യാശയുടെയും വിമോചനത്തിന്റെ ഒരു രാഷ്ട്രീയം കേരള സമൂഹത്തിൽ ഉണ്ട് എന്ന് തന്നെ ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും ഈ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ ദളിത് പിന്നോക്ക സ്നേഹം അല്ലെങ്കിൽ മുസ്ലിം ഐഡന്റിറ്റിയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തമസ്കരിക്കാനുള്ള ശ്രമം തീർച്ചയായിട്ടും ഹിന്ദുത്വവാദികളുടെ പക്ഷത്തു നിന്നുണ്ടാകും. സംശയരഹിതമായ കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരള സമൂഹം എന്ന് പറയുന്നത് നാരായണ ഗുരുവിൻ്റെ മണ്ണാണ് കേരളം എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ. നാരായണ ഗുരുവിൻ്റെ മണ്ണാണ്. അത് പറയാൻ കാരണം, കടക്കാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മുസ്ലിം വനിതയുമായിട്ടുള്ള സംഭാഷണ മധ്യേ നാരായണ ഗുരുസ്വാമികൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നമ്മുടെ അവധൂത കാലത്ത് നമുക്കേറെ പുട്ടും മീൻകറിയും നൽകിയവരാണ് ഈ മുസ്ലിം വനിത, അതുകൊണ്ട് അവർക്ക് വേണ്ടത് ചെയ്യണം എന്ന് പറഞ്ഞ നാരായണ ഗുരുവിൻ്റെ മണ്ണാണിത്. അതുകൊണ്ട് നാരായണ ഗുരുവിൻ്റെ ഈ സാഹോദര്യത്തിൻ്റെ ആശയം കേരളത്തിലുള്ള ആളുകൾ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രത്യാശ. അതുകൊണ്ട് ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിന് നീണ്ട കാലത്ത് നിലനിൽക്കാൻ കഴിയുകയില്ല. വെറുപ്പിൻ്റെ രാഷ്ട്രീയം വെച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഭരിക്കാമെന്നും വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഏറ്റെടുത്തുകൊണ്ട് കേരള സമൂഹത്തെ ഭിന്നിപ്പിച്ച് ഭരിക്കാമെന്നുമാണ് ഹിന്ദുത്വവാദികൾ ശ്രമിക്കുന്നതെങ്കിൽ, നാരായണ ഗുരുവും ഡോക്ടർ BR അംബേദ്കറും ഒക്കെ മുന്നോട്ട് വെച്ച സാഹോദര്യത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ട് കേരള സമൂഹം ഈ വെറുപ്പിനെ പരാജയപ്പെടുത്തും, സ്നേഹത്തിൻ്റെ രാഷ്ട്രീയം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഗാധമായ പ്രത്യാശ. വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിന് ഒരു എന്താ പറയുന്നത് ഒരു നീണ്ടകാല ഭാവി നമുക്ക് ചരിത്രത്തിൽ കാണാനില്ല. ചരിത്രത്തിൽ നീണ്ടു നിൽക്കുക.
താൽക്കാലികമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മനുഷ്യരെ പരസ്പരം പോരടിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് വെറുപ്പിന്റെ രാഷ്ട്രീയം. അതുകൊണ്ട് കേരള നവോത്ഥാനത്തിന്റെ ചരിത്രത്തിൽ നിന്ന് നമ്മളൊരു പരിഹാരം കണ്ടെത്താൻ കഴിയും. അത് നാരായണ ശ്യാംകുമാർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത് എവിടെയെങ്കിലും പിഴയ്ക്കുമ്പോൾ, എവിടെയെങ്കിലും തെറ്റിയെന്ന് തോന്നുമ്പോൾ, എവിടെയെങ്കിലും മുന്നോട്ടുള്ള വഴി കാണാത്തപ്പോൾ ഗുരുവിലേക്ക് നോക്കൂ എന്ന് പലർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ വഴികളിലേക്ക് കേരളം തിരിഞ്ഞു നോക്കട്ടെ എന്നുള്ള പ്രത്യാശയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഇടവേള തിരിച്ചു വരാം. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്യാംരാജ്, ഇപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞു മധുവിന്റെ മരണം ഉണ്ടായപ്പോൾ, മറ്റ് സമാനമായ ക്രൂരതകൾ ഉണ്ടായപ്പോഴൊക്കെ അങ്ങ് പദയാത്ര നടത്തിയിട്ടുണ്ട്, അങ്ങ് അതിൽ രാഷ്ട്രീയമായി ഇടപെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അങ്ങനെ ശരിയാണ്, അങ്ങനെ ഇടപെടണം. അതിനു വേണ്ടിയിട്ടുള്ളതാണ് രാഷ്ട്രീയം, അതിനു വേണ്ടിയിട്ടുള്ളതാണ് പൊതുപ്രവർത്തനം, അതിനു വേണ്ടിയിട്ടുള്ളതാണ് യുവജനങ്ങൾ എല്ലാവരും തന്നെ, കേരളവും അതിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്. പക്ഷെ ഇതിന് പരിഹാരം ഉണ്ടാകുന്നില്ലല്ലോ, ആവർത്തനങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? മുൻപത്തേക്കാളൊക്കെ അപ്പുറത്ത് ഇപ്പോൾ മധുവിൻ്റെ കാര്യത്തിൽ ഒരു ക്രിമിനൽ സംഘം എന്ന് നമുക്ക് പറയാൻ കഴിയും. മനുഷ്യൻ്റെ വിശപ്പ് കണ്ടാൽ അത് മനസ്സിലാക്കാൻ കഴിയാത്ത ക്രിമിനൽ സംഘം എന്ന് പറയാൻ കഴിയും. ഇവിടെ ഡോക്ടർ ശ്യാംകുമാർ പറഞ്ഞതുപോലെ വംശീയത മുറ്റി നിൽക്കുകയാണ്. ആ വെറുപ്പ് അവിടെ പ്രകടമാവുകയാണ്. അത് നാളെ എവിടെയും പ്രയോഗിക്കപ്പെടാം എന്നുള്ളതാണ്. ക്രിമിനലുകളെക്കാൾ ക്രിമിനൽ സ്വഭാവമുള്ള വംശീയ ബുദ്ധിയുള്ള മനുഷ്യരെ കൂടി നമ്മൾ ഭയക്കേണ്ടി വരികയാണ്, പ്രതിരോധിക്കേണ്ടതുണ്ട്. മാധു, തീർച്ചയായിട്ടും മാധു ഇപ്പം എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെ, അത് പ്രത്യേകിച്ച് മാധുവിൻ്റെ ചോദ്യത്തിന് ഫസ്റ്റ് ഹാഫിൻ്റെ ഉത്തരം പറയാനാണ് ഞാൻ സത്യത്തിൽ ഇത് വന്നത്. പക്ഷേ ഈ ചർച്ച ഒരുപാട് മറ്റു തലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെയും കൂടെ ഉത്തരം പറഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇതിനകത്ത് കയറി ഇടപെട്ട് ഒച്ച ഉണ്ടാക്കി ഇടപെട്ട് എന്നെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കരുത്. അങ്ങനെയെങ്കിൽ ഞാൻ ഇത് ഇറങ്ങിപ്പോകും. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ താങ്കൾ കേൾക്കുക. ഒന്ന് ശ്രീ ശ്യാംകുമാർ അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് രാംനാരായൺ എന്ന് പറയുന്ന കൊല ചെയ്യപ്പെട്ടൊരു ദളിതനെ കുറിച്ചിട്ടാണ്. ശ്രീ ശ്യാംകുമാർ, അങ്ങയുടെ സംസാരത്തിൽ അതൊന്ന് നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നിങ്ങളൊന്ന് പ്രേക്ഷകർ കേൾക്കണം, നിങ്ങളും കേൾക്കണം. അങ്ങയുടെ സംസാരത്തിൽ അങ്ങ് ഒട്ടാകെ പറഞ്ഞത് അവിടുത്തെ മറ്റേ ഇസ്ലാമോഫോബിയെ കുറിച്ചിട്ട് മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ദളിതരെ കുറിച്ചിട്ട് ആദിവാസികളെ കുറിച്ചിട്ട് അങ്ങയുടെ 10 മിനിറ്റ് അങ്ങ് സംസാരിച്ചിട്ട് പോലുമില്ല. അങ്ങ് ദയവേത് ഇനിയെങ്കിലും അവരെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കണം. പിന്നെ ഒരു കാര്യം ഞാൻ അദ്ദേഹത്തെ ഓർമ്മിക്കാൻ വേണ്ടിയിരിക്കുന്നു. ഇവിടെ 2023 രാജേഷ് മാഞ്ചി എന്ന് പറയുന്ന ബീഹാറിൽ നിന്നുള്ള ആദിവാസി ചെറുപ്പക്കാരനെ സമാന സ്വഭാവത്തിൽ മലപ്പുറത്തെ കൊണ്ടോട്ടിയിൽ ആൾക്കൂട്ടം കൊല ചെയ്തു. ആ കൊല ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് CCTVകൾ അടിച്ചു തകർത്തു. അതിനകത്തെ പ്രതികളുടെ പേര് ഞാൻ വായിക്കാം. മുഹമ്മദ് അഫ്സൽ, അയ്യൂബ്, ഫാസിൽ, ഹബീബ്, മെഹബൂബ്, നാസർ, അബ്ദുസമദ്, അഷ്റഫ്, സൈനുൽ ആബിദ്. എൻ്റെ ചോദ്യം, ഈ രാജേഷ് മാഞ്ചിയെ കൊല ചെയ്തതിൽ എന്ത് ഇസ്ലാമോഫോബിയാണുള്ളത് സാർ? ഇതിനകത്ത് എന്ത് ഇസ്ലാമോഫോബിയാണുള്ളത്? താങ്കളും താങ്കളെ പോലുള്ള ആളുകളും തരാതരം പോലെ ഇത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിതിരിച്ച് വിട്ട് മറ്റർത്ഥതലങ്ങളിലേക്കും മറ്റ് രാഷ്ട്രീയത്തിലേക്കും കൊണ്ടുപോകുന്നതിനാണ് മാധു എൻ്റെ എതിര്. ഇവിടെ ഹിന്ദുത്വ ശക്തികളെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പറയണ്ടേ? പാലക്കാട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നാണല്ലോ. പാലക്കാട് അട്ടപ്പാടി ബ്ലോക്കിലെ പുതൂര്, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ട്രൈബൽ റിസർവാണ്. ആ പുതൂർ പഞ്ചായത്ത് ഭരിക്കാൻ പോകുന്നത് ഞങ്ങളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ വിഷയങ്ങൾ ചർച്ച ചെയ്യാം. ഞാൻ എൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ എന്താണ്, ആരാണെങ്കിലും ഈ കേരളത്തിലെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഇത്തരത്തിലുള്ള ഏതൊരു കൊലപാതകം ചെയ്താൽ അവൻ ജയിലിലാകണം. അവന് പരമാവധി ശിക്ഷ കിട്ടുക തന്നെ ചെയ്യണം. അതിന് കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും BJP-കാരനും എല്ലാ ആക്ടിവിസ്റ്റുകളും മാധ്യമപ്രവർത്തകരും ഒരുമിച്ച് നിൽക്കണമെന്ന് തന്നെയാണ് എൻ്റെ നിലപാട്, എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ നിലപാട്, സംഘപരിവാരത്തിൻ്റെ മൊത്തം നിലപാട്. പക്ഷേ അതിനകത്ത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ആശയപരമായിട്ടുള്ള ഒളിച്ചു കടത്തൽ നടത്തുന്നതിനോട് ഞങ്ങൾക്കെതിരെ. ഇനി ഇടതുപക്ഷത്തിന് പക്ഷെ അല്ലല്ല, ഒരു മിനിറ്റ്, ശ്യാമു മാത്രം അങ്ങനെ പറഞ്ഞു പോലെ ഞാനും കൂടി പറയട്ടെ. ഇപ്പോ മുൻപ് മലപ്പുറത്ത് നടന്നിട്ടുള്ള ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടുള്ള ക്രിമിനലുകളുടെ പേര് ശ്യാം ഒരു മിനിറ്റ് ഞാൻ എന്ത് പറയാനാണ് വന്നത്? അങ്ങനെ ഞാൻ ആദ്യത്തെ സെന്റൻസ് പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടോ? അല്ല, അങ്ങ് പറ്റില്ല, അങ്ങ് സംസാരിച്ചു തുടങ്ങിയപ്പോ ഞാൻ ഇടപെട്ടോ? ഇതെന്താണ്? എനിക്ക് എന്റെ കാര്യം പറയാൻ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണ്ടേ? അങ്ങ് പറഞ്ഞോളൂ. എന്ത് ന്യായം, എന്ത് മര്യാദ ഇത്? ഇതെന്താ ഇത്? ഞാൻ ആദ്യത്തെ സെന്റൻസ് പറയുമ്പോ അവരോട് ഇടപെട്ട് വന്ന നിലയ്ക്കാണല്ലോ അങ്ങ് ഇത്തരത്തിലുള്ള ഇരവാദം ഉന്നയിക്കുന്നത്. അങ്ങ് പറഞ്ഞോളൂ. എനിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഉത്തരം, ഞാൻ രാഷ്ട്രീയം പറയാൻ ഈ ചർച്ചയിൽ വന്നതല്ല. എനിക്കിതിന്റെ ഉത്തരം പറയണ്ടേ? നിങ്ങൾ 3 പേരും രാഷ്ട്രീയപരമായിട്ട് എന്നോട് വരുമ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഉത്തരം എനിക്ക് പറയണ്ടേ? എന്നിട്ട് ഞാൻ പറയാം. ഈ ആനന്ദൻ എന്ന് പറയുന്ന ആള് അട്ടപ്പള്ളം ഈസ്റ്റ് ബ്രാഞ്ചിന്റെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം CIT നേതാവാണ്. ഇപ്പൊ നിലവിലെ CIT പ്രവർത്തനമാണ് അദ്ദേഹം.
ഇനി ഇത് ഈ വിഷയത്തിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? മധുവിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? കേരള സമൂഹത്തിൽ 2018 മധുവിന്റെ വിഷയത്തിലായിക്കോട്ടെ, വിശ്വനാഥന്റെ വിഷയത്തിലായിക്കോട്ടെ, രാജേഷ് മാഞ്ചിയുടെ വിഷയത്തിലായിക്കോട്ടെ, ഇപ്പോൾ നടന്നുള്ള ഈ രാംനാരായണന്റെ കൊലപാതകമായിക്കോട്ടെ, ഇങ്ങനെയൊരു സംഭവം കേരള സമൂഹത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് പാടില്ലാത്തതാണ്. അതിനെ മറ്റേതെങ്കിലും തരത്തിൽ കൊണ്ട് കെട്ടിവെക്കുന്നതുകൊണ്ട്, പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായിട്ട് അത് ഞങ്ങൾക്കതിൽ ഉപയോഗിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് അതിനകത്ത് എതിർപ്പുള്ളത്. നമ്മൾ ഒരുമിച്ച് നിന്നാണ്. ഞാൻ വളരെ ഉത്തരവാദിത്തോടു കൂടി പറയുന്നു, മധു കൊല്ലപ്പെട്ട സമയത്ത് അന്ന് ഏറ്റവും വലിയ സമരം നടത്തിയ പ്രസ്ഥാനത്തിന്റെ ഒരാളാണ് ഞാൻ. ABP സംസ്ഥാന സെക്രട്ടറിയായിരുന്നു ഞാൻ. അന്ന് നടന്ന് അട്ടപ്പാട് മുതൽ പാലക്കാട് ഒരു യാത്ര ചെയ്താണ് ഞാൻ. വിശ്വനാഥൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം 7 വർഷക്കാലം കാത്തിരുന്ന് കുഞ്ഞ് ജനിച്ചപ്പോൾ ആ കുഞ്ഞിന് പേര് പോലും മുമ്പേ ഇട്ടിട്ട് ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പോലും പറ്റാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് തൊട്ടടുത്തുള്ള ഒരു മരത്തിൽ ഒരു മുഴം കയറിൽ അദ്ദേഹത്തിന് ജീവൻ ബലി കഴിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ട വ്യക്തിയാണ് ഞാൻ. അതിനകത്ത് ഞങ്ങളാരും രാഷ്ട്രീയം കണ്ടല്ല. അത് മനുഷ്യത്വമാണ്, മാനവികതയാണ്, മര്യാദയാണ്. ഞാനും നിങ്ങളും നമ്മളും എല്ലാവരും ചെയ്യേണ്ടതുമാണ് മാധു. അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ വിഷയങ്ങളെ നമ്മൾ അങ്ങനെ തന്നെ കാണണം. രാംനാരായണന്റെ വിഷയത്തിൽ എന്താണ്? അതും അത്തരത്തിലുള്ള സംഭവം നടക്കാനേ വേണ്ടിയിട്ട് പാടില്ലാത്തതാണ്. ഒന്ന് നമ്മൾ ആലോചിക്കണ്ടേ? പുരോഗമനവാദികളെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന നമ്മൾ, ഇത്തരത്തിലുള്ള സഹവർത്തിത്തെ കുറിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന നമ്മൾ, നമുക്കിടയിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാവുന്നത്? ഒരാള് അജണ്ട ഉന്നയിച്ചുകൊണ്ട് അജണ്ടയാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് മറ്റാരെയും ഇടപെടാൻ അല്ല, ഒരു മിനിറ്റ്, അതൊരു തരം രാഷ്ട്രീയ ബുദ്ധിയാണ്. നിങ്ങൾക്ക് അജണ്ടയുണ്ട് എന്ന് നിങ്ങൾ ആവർത്തിച്ച് പറയുന്നു എന്നുള്ളത് ഭയപ്പെട്ട് ഇടപെടാതിരിക്കാനൊന്നും കഴിയില്ല. അങ്ങേക്ക് മലപ്പുറത്ത് മുൻപ് നടന്നിട്ടുള്ള ആളുകളുടെ പേരുകൾ നിരനിരയായി പറയാൻ കഴിയുന്നുണ്ട്. അതങ്ങനെ പറയുകയും വേണം. ക്രിമിനലുകൾ, അത് മര്യാദയല്ല ശ്യാമേ, അത് മര്യാദയല്ല. അത് ഞാൻ പറഞ്ഞോ, ഞാൻ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞോ? ഞാൻ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞോ? എന്ത് ഇസ്ലാമോഫോബിയ ഉള്ളതില്? കേരളത്തിലെ ഇസ്ലാമോഫോബിയാണ് ഇത്തരം കൊലപാതകങ്ങൾ കാരണമെന്ന് പറയുന്നുണ്ടാണ്. സാധാരണക്കാരായിട്ടുള്ള ആദിവാസിയെ ദളിതരെ അടിച്ചു കൊല്ലുന്നതിന് ഇസ്ലാമിയോഫോബിയ. ശ്യാംകുമാർ സാർ പറഞ്ഞത്, TS ശ്യാംകുമാറിനാണ് ഞാൻ മറുപടി കൊടുത്തത്. ഞാൻ മറുപടി TS ശ്യാംകുമാറിനാ. അദ്ദേഹത്തിന്റെ വക്കാലത്ത് താങ്കൾ എടുക്കുന്നതിനാ? TS ശ്യാംകുമാറിന്റെ വക്കാലത്ത് മാധു എടുക്കുന്നതിനാ? അദ്ദേഹം പറഞ്ഞതിന് ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറു ചോദ്യം ഞാൻ പറഞ്ഞത്. എനിക്ക് ചോദിക്കാൻ വേണ്ടി പാടില്ലേ? ഇതെന്ത് മര്യാദയെ മാധു? ഇതെന്ത് മര്യാദ? ഇത് ചർച്ചകൾ മാധുവിന്റെ ഇഷ്ടത്തിന് മാത്രം നയിക്കില്ല. ഇതൊരു ചർച്ചയല്ലേ? അദ്ദേഹത്തെ ഖണ്ഡിച്ചുകൊണ്ട് എന്റെ വാദം പറഞ്ഞതാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് എന്റെ വാദം പറഞ്ഞാണ്. അത് ശ്യാംരാജിന്റെ തോന്നല് മാത്രമാണ് കേട്ടോ. വിദണ്ഡവാദം ഉന്നയിക്കുകയാണ് ശ്യാംരാജ് ചെയ്യുന്നത്. വെറുതെ വിദണ്ഡവാദം പറയണ്ട. ശ്യാംരാജ് വിദണ്ഡവാദം ഒച്ച വെച്ചും ബഹളം വെച്ച് ശ്യാംരാജ് വാദം ജയിച്ചു എന്ന് പറയാൻ എന്നുള്ളതാണ് അജണ്ട. കുറേ ശബ്ദം ഉണ്ടാക്കിയിട്ട് കേൾക്കാതിരിക്കുക എന്നുള്ളതാണ് അജണ്ട. അത് മനുഷ്യർ കേൾക്കും. ഇവിടുത്തെ ദളിതം കൊല്ലപ്പെടുമ്പോൾ, ഇവിടുത്തെ ആദിവാസി ശ്യാംരാജ്, ഇത് ശരിയല്ല. നിങ്ങൾ ഒരു മനുഷ്യന്, അതായത് നിങ്ങൾ നിരന്തരം ചർച്ചയുടെ തുടക്കം മുതൽ പറയുന്നത് എനിക്ക് അജണ്ടയുണ്ട് എന്നാണ്. അജണ്ടയുണ്ടെന്ന് ആരോപിച്ച് എന്നെ കൊണ്ട് ഇടപെടാതെ നിങ്ങളുടെ മുഴുവൻ രാഷ്ട്രീയവും നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് മറ്റുള്ളവരുടെ എല്ലാവരുടെയും അവസരം കവർന്നെടുത്തുകൊണ്ട്. ശ്യാംരാജ്, ഞാൻ ഇടപെട്ടു. ഞാൻ 15 മിനിറ്റ് രാഷ്ട്രീയ പ്രസംഗം നടക്കുന്നത് ഒരു ചർച്ചയിൽ അനുവദിച്ചു കൊടുക്കാൻ കഴിയാത്ത ഗതികേടിലുള്ളവളാണ് കേട്ടോ. 15 മിനിറ്റ്. അതുകൊണ്ട് ഞാൻ ഇടപെടുന്നു. രാഷ്ട്രീയം പറഞ്ഞതാരാ? നിങ്ങളാണ് ശ്യാംരാജ്. ഒരു മിനിറ്റ്, പ്രൊഡ്യൂസർ, എനിക്ക് പ്രേക്ഷകരോട് സംസാരിക്കാനുണ്ട്. ഞാൻ ശ്യാംരാജിന്റെ അനുമതിയോട് കൂടി സംസാരിക്കാൻ ഇത് അനുവദിച്ചു തരണം. ഇത് അനുവദിച്ചു തരണം. ഞാൻ ചെയ്യാത്ത കാര്യത്തിൽ അങ്ങ് ആരോപണം ഉന്നയിക്കുകയാണ്. ഞാൻ ഒരു ചോദ്യം അങ്ങയോട് ശ്യാം, ഒരു മിനിറ്റ്. ഇത് എന്തൊരു അനീതിയാണ്? ഒരു കാര്യം സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാല് അതാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഇത്ര അജണ്ട ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുവന്നേ. മാധുവാണ് ഇത് തുടങ്ങിയത്. ഈ ചർച്ചയിൽ മാധുവാണ് ഇത് തുടങ്ങിയത്. ശ്യാം, ഒരു മിനിറ്റ് എന്നെ ഇതൊന്ന് പൂർത്തീകരിക്കാൻ അങ്ങ് സമ്മതിക്കൂ. ഒന്ന് പൂർത്തീകരിക്കാൻ ദയവ് ചെയ്ത് സമ്മതിക്കൂ. ഞാൻ അങ്ങയോട് പറയാൻ ശ്രമിച്ചത് എന്താണെന്നെങ്കിലും കേൾക്കൂ. മലപ്പുറത്തെ പേരുകൾ അങ്ങ് പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് ചോദിച്ചു ഇസ്ലാമോഫോബിയ ഉണ്ടോന്ന്. ഞാൻ ആരോപിച്ചോ? ഇല്ല. ഞാൻ ആവർത്തിച്ച് അങ്ങോട്ട് ചോദിച്ചു ഞാൻ ആരോപിച്ചോ എന്ന്. ഞാൻ അടുത്ത വരി മിണ്ടാതിരിക്കും ദയവ് ചെയ്ത്. ഞാൻ അടുത്ത വരിയിൽ ചോദിക്കാൻ വന്നത് അങ്ങേക്ക് ഈ കാര്യത്തിൽ പ്രതികളുടെ, ഈ രാംനാരായൺ ഭയ്യയുടെ കേസിലെ പ്രതികളുടെ പേര് അങ്ങേക്ക് തുടക്കത്തിൽ പറയാൻ കഴിഞ്ഞോ എന്നാണ് ചോദിക്കാൻ വന്നത്.
അല്ലാതെ അങ്ങ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഇസ്ലാമോഫോബിയ എന്ന വാക്ക് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങ് കഴിഞ്ഞ അരമണിക്കൂർ പ്രസംഗിച്ചത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങയുടെ പ്രസംഗമോ ഇവിടെ പ്രസംഗിക്കുന്നത് പറയാൻ സമ്മതിക്കാതിരിക്കുന്നതും മാധുവാണ്. സ്വന്തം അജണ്ട ഈ ചർച്ചയിൽ ഉടനീളം നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്റെ അജണ്ടയാണ്. ഒരു മനുഷ്യനെ തല്ലിക്കൊന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വെക്കുന്നത് അജണ്ട. അതിൽ കേരളത്തിലെ ഒരു മന്ത്രി ഉന്നയിച്ചതുപോലെ സംഘപരിവാറിന്റെയും വലതുപക്ഷത്തിന്റെയും സംരക്ഷണം ഉണ്ടാകുന്ന ചോദ്യം ചോദിക്കുന്ന അജണ്ട സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടില്ല. ചോദ്യമാണ് ചോദിച്ചത്. അങ്ങേക്ക് പക്ഷെ അത് എന്റെ അജണ്ടയായി മാറുന്നു. എങ്ങനെയാണ് ഒരു ചോദ്യം ചോദിക്കുന്ന അജണ്ടയായി പോകുന്നത്? ഞാൻ വെല്ലുവിളിക്കുന്നു ശ്യാംരാജ്, ഇത് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സംരക്ഷണം അല്ലേ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ആണോ എന്നാണ് ചോദിച്ചത്. ആണോ എന്ന് ചോദിക്കാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കേട്ടോ, ആണോ എന്ന് ചോദിക്കാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതല്ല എന്ന് പറയാനുള്ള മുഴുവൻ സ്വാതന്ത്ര്യവും നിങ്ങൾക്ക് അനുവദിച്ചുകൊണ്ട്, നിങ്ങളുടെ രാഷ്ട്രീയം പറയാനുള്ള വേദി അനുവദിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് നടത്തി എന്ന് പറഞ്ഞ ചാപ്പ കുത്തി വെക്കാമെന്നുള്ള അതിമോഹമൊന്നും നടക്കില്ല ചർച്ചയിൽ. മാധുവിന്റെ മര്യാദയില്ലായ്മയും മാധുവിന്റെ രാഷ്ട്രീയ അജണ്ടയും കൊണ്ടാണ് ഈ ചർച്ച ഇങ്ങനെ പോയിട്ടുള്ളത്. ഇരിക്കുന്നു. ഈ ചർച്ച മാധുവിന്റെ പ്രശ്നമാണ്. അതെ, അതെ. ഒരു കേസിൽ ഒന്നാം പ്രതിയുടെ പേര് പറയാതെ, രണ്ടാം പ്രതിയുടെ പേര് പറയാതെ, മൂന്നാം പ്രതിയുടെ പേര് പറയാതെ, നാലാം പ്രതിയുടെ പേരും പ്രതിപട്ടികയിൽ ഇല്ലാത്തവരുടെ പേരും രാഷ്ട്രീയവും പറഞ്ഞത് അങ്ങാണ് ശ്യാംരാജ്. അങ്ങാണ്. കേട്ടോ, എന്റെ അജണ്ടയല്ല, അങ്ങയുടെ അജണ്ടയാണ് ഈ ചർച്ചയിൽ മുഴുവൻ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത്. ശരി, മാധു എന്താ പറഞ്ഞത്? വലതുപക്ഷത്തിന്റെ സംരക്ഷണോ? ഏത് പ്രതിയാണ് ഞങ്ങൾ സംരക്ഷിച്ചത്? ആവർത്തിച്ചു കേരളത്തിലുണ്ടാകുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങൾ നമ്മുടെ മുന്നിൽ ഉയർത്തിവെക്കുന്ന നിശ്ചിതമായ രാഷ്ട്രീയ വിമർശനം അർഹിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് ഈ ദിവസം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കഴിഞ്ഞ 17-ാം തീയതിയാണ് നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്. ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നമ്മളെ തേടിയെത്തുന്ന വെറുപ്പ് നമ്മൾ ചുമക്കാൻ നിന്നാൽ വഴിയരികിൽ മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന അധപ്പതിച്ച മനുഷ്യരായി നമ്മൾ മാറിപ്പോകും. അതുകൊണ്ട് അത് ചുമക്കാൻ നിൽക്കരുത് എന്നൊരു അപേക്ഷയോടുകൂടിയാണ് ഈ ചർച്ച പൂർത്തീകരിക്കുന്നത്. ശ്രീ ഷാദിമനോട് ക്ഷമിക്കണം, അങ്ങയിലേക്ക് വരാൻ കഴിഞ്ഞില്ല.